മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റമാറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100ഓളം ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നോക്കുക, ആൻസർ നോക്കുക, ഓപ്ഷൻസ് 4 നോക്കുക. ആ 4 ഓപ്ഷൻസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബയോളജി സംബന്ധമായിട്ടുള്ള എല്ലാ എക്സാംസിനും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വായിച്ചു നോക്കുക. A taxon that includes an ancestor and some of its descendants. ഏത് ടാക്സോണിലാണ് ഒരു ആൻസിസ്റ്ററിനെയും അതിന്റെ എല്ലാ സം ഓഫ് ഇറ്റ്സ് ഡിസെൻഡൻസ് കുറച്ച് ഡിസെൻഡൻസിനെയും ഉൾപ്പെടുത്തുന്ന ടാക്സോൺ ഏതാണ്? ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ഒരു ടാക്സോൺ ഉണ്ട്. ഏത് ടാക്സോണിലാണ് നമുക്കൊരു ആൻസിസ്റ്ററിനെയും കാണാൻ പറ്റുന്നത്? അതിന്റെ എല്ലാ സം ഓഫ് ഇറ്റ്സ് ഡിസെൻഡൻസ്, എല്ലാ ഡിസെൻഡൻസും അല്ല, അതിന്റെ കുറച്ച് ഡിസെൻഡൻസും കാണാൻ പറ്റുന്ന ഏത് ടാക്സോണിലാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആൻസിസ്റ്റർ നമുക്കറിയാം, പൂർവികരെ വിളിക്കുന്ന പേരാണ് ആൻസിസ്റ്റർ. എന്താണ് ഡിസെൻഡൻസ്? അവരിൽ നിന്നുണ്ടായ അടുത്ത പരമ്പര വിളിക്കുന്ന പേരാണ് ഡിസെൻഡൻസ്. ഇതൊരു എ എന്ന് പറയുന്നത് ഒരു ആൻസിസ്റ്റർ ആണെങ്കിൽ അതിൽ നിന്ന് ഇഷ്ടംപോലെ ഡിസെൻഡൻസ് ഉണ്ടാവാം. ബി ഉണ്ടാകാം, സി ഉണ്ടാവാം, ഡി ഉണ്ടാകാം, ഇഷ്ടംപോലെ ഡിസെൻഡൻസ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ആൻസിസ്റ്ററും അതിന്റെ കുറച്ച് ഡിസെൻഡൻസും, എല്ലാ ഡിസെൻഡൻസും ഉണ്ടോ? ഇല്ല. ഒരു ടാക്സോണിനകത്ത് ഒരു ആൻസിസ്റ്ററും കുറച്ച് ഡിസെൻഡൻസും മാത്രം വെച്ചു. അത്തരത്തിലുള്ള ടാക്സോണിന്റെ പേര് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നമ്മുടെ പാരാഫൈലറ്റിക്ക എന്ന് വെച്ചാൽ പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പ് ഉണ്ട്. പാരാഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആൻസിസ്റ്റർ കാണും. ആൻസിസ്റ്ററിനെ ഞാൻ എ എന്ന് റെപ്രസെന്റ് ചെയ്തു. അതിനകത്ത് എല്ലാ ഡിസെൻഡൻസും കാണത്തില്ല. എക്സാമ്പിൾ ബിനെയും ഡിനെയും നമ്മൾ ഉൾപ്പെടുത്തി. സി എന്ന് പറയുന്ന ആൾ ആബ്സെന്റ്. എന്ന് വെച്ചാൽ ഒരു കോമൺ ആൻസിസ്റ്ററും കുറച്ച് ഡിസെൻഡൻസും ഉള്ള ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്, കുറച്ച് ഡിസെൻഡൻസും ഉണ്ട്. അത്തരത്തിലുള്ള ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. ഇനി എന്തുവാണ് ഈ മോണോഫൈലറ്റിക് ഗ്രൂപ്പ് ഒക്കെ? എന്തുവാണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്? മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു കോമൺ ആൻസിസ്റ്ററും അതിന്റെ എല്ലാ ഡിസെൻഡൻസ് ബി, സി, ഡി തുടങ്ങിയ എല്ലാ ഡിസെൻഡൻസും വരുന്ന ഗ്രൂപ്പാണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. അവിടെ ഒരു ആൻസിസ്റ്ററും കാണും, അതിന്റെ എല്ലാ ഡിസെൻഡൻസും. ഒരു ആൻസിസ്റ്ററും അതിൽ നിന്നുണ്ടാവുന്ന എല്ലാ ഡിസെൻഡൻസിലൂടെ നമ്മൾ ഒരുമിച്ചിട്ടാൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. ഇനി ഒരു ആൻസിസ്റ്ററും അതിന്റെ കുറച്ച് ഡിസെൻഡൻസും ഇട്ടാൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ് എന്നറിയാം. ഇനി എന്തുവാണ് പോളിഫൈലറ്റിക് ഗ്രൂപ്പ്? നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, പോളിഫൈലറ്റിക് ഗ്രൂപ്പ്. പോളിഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അതിനകത്തും ആൻസിസ്റ്റർ കാണും, പക്ഷേ പോളിഫൈലറ്റിക് ഗ്രൂപ്പിനകത്ത് ഒരു കോമൺ ആൻസിസ്റ്റർ കാണും, പക്ഷേ എല്ലാ ഡിസെൻഡൻസും കാണുമെന്ന് വെച്ചാൽ ഡിസെൻഡൻസ് കാണും, പക്ഷേ റീസെന്റ് ആൻസിസ്റ്റർ കാണാത്ത ഗ്രൂപ്പാണ് പോളിഫൈലറ്റിക് ഗ്രൂപ്പ്. നോ റീസെന്റ് ആൻസിസ്റ്റർ, റീസെന്റ് ആയിട്ടുള്ള ആൻസിസ്റ്റർ കാണത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബേർഡ്സിനെയും ബാറ്റിനെയും ഇൻസെക്റ്റിനെയും കൂടെ ഒരു ഗ്രൂപ്പാക്കി. ബേർഡ്സ്, ബാറ്റ്, ഇൻസെക്റ്റ് എന്ന് പറയുന്ന 3 ഓർഗാനിസത്തിനെ ഞാൻ ഒരു ഗ്രൂപ്പായിട്ട് ഞാൻ പറയുവാണ്. ഇറ്റ് ഈസ് എ പോളിഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുവാണ്. എന്ന് വെച്ചാൽ ഇവരെ 3 പേരെ ആൻസിസ്റ്റർ, റീസെന്റ് ആൻസിസ്റ്റർ എന്ന ഗ്രൂപ്പിലില്ല. എന്ന് വെച്ചാൽ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, പോളിഫൈലറ്റിക് ഗ്രൂപ്പിനകത്ത് കുറച്ച് ആൾക്കാർ കാണും, അവരെ റീസെന്റ് ആൻസിസ്റ്ററിനെ അവരെ ഉൾപ്പെടുത്തത്തില്ല. റീസെന്റ് തൊട്ട് മുമ്പേ ഉള്ള ആൻസിസ്റ്റർ ഒന്നും അതിനകത്ത് കാണത്തില്ല, പക്ഷേ കുറച്ച് ഡിസെൻഡൻസും വേറെ കുറച്ച് ആൻസിസ്റ്റർ കാണും. തൊട്ട് മുമ്പേ ഉള്ള ആൻസിസ്റ്ററിനെ ഉൾപ്പെടുത്താത്ത ഗ്രൂപ്പാണ് പോളിഫൈലറ്റിക് ഗ്രൂപ്പ്. ഇനി മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു കോമൺ ആൻസിസ്റ്റർ അതിനകത്തുള്ള എല്ലാ ഡിസെൻഡൻസിനെയും കൂടെ ഉൾപ്പെടുത്തുന്ന ഗ്രൂപ്പാണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് എ ലാർജ് ഗ്രൂപ്പ്. ഇനി പാരാഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു കോമൺ ആൻസിസ്റ്ററും അതിന്റെ കുറച്ച് ഡിസെൻഡൻസിനെയും ഉൾപ്പെടുത്തുന്ന ഗ്രൂപ്പാണ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. ഹോളോഫൈലറ്റിക് എന്ന് പറഞ്ഞാൽ മോണോഫൈലറ്റിന്റെ വേറൊരു തരമാണ് ഈ ഹോളോഫൈലറ്റിക്. നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. മോണോഫൈലറ്റിക് പോലെ തന്നെയാണ് ഹോളോഫൈലറ്റിക്. അപ്പോൾ മോണോഫൈലറ്റിക് ഗ്രൂപ്പ്സ്, പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സ്, പാരാഫൈലറ്റിക് ഗ്രൂപ്പ്സ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലുത് എന്ന് വെച്ചാൽ മോണോഫൈലറ്റിക്ക, ഒരു കോമൺ ആൻസിസ്റ്ററും എല്ലാ ഡിസെൻഡൻസും. കോമൺ ആൻസിസ്റ്റർ സം ഓഫ് ദ ഡിസെൻഡൻസ് ആണെങ്കിൽ അല്ല പാരാഫൈലറ്റിക് ഗ്രൂപ്പ്, ഒരു കോമൺ ആൻസിസ്റ്ററും കുറച്ച് ഡിസെൻഡൻസും ഉണ്ട്, പക്ഷെ റീസെന്റ് ആൻസിസ്റ്റർ ഇല്ല എന്ന് ചോദ്യം വന്നാൽ ദാറ്റ് ഈസ് പോളിഫൈലറ്റ്. അപ്പോൾ ഇത് മൂന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്തുവാണ് ക്വസ്റ്റ്യൻ? ക്ലാഡിസ്റ്റിക്സ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. ക്ലാഡിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലാഡിസ്റ്റിക്സ്. എന്തുവാണ് ക്ലാഡിസ്റ്റിക്സ്? ഞാൻ ചെറുതായിട്ടൊന്ന് സിമ്പിൾ ആക്കി പറഞ്ഞു തരാം. ക്ലാഡിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഒരു ക്ലാഡോഗ്രാം ഞാൻ വരച്ച് കാണിക്കാം. അതിനകത്ത് ഒരു കോമൺ ആൻസിസ്റ്റർ കാണും. ഒരു ആൻസിസ്റ്റർ എ എന്ന് പറയുന്നത് ഒരു ആൻസിസ്റ്റർ ആയിട്ട് സങ്കല്പിക്കുക. എയിൽ നിന്നും ഒരുപാട് വർഷങ്ങൾ എടുത്ത് ചിലപ്പോൾ ബി ഉണ്ടാവാം, ഇതിൽ നിന്ന് വേറെ ഡിസെൻഡൻസ് സി ഉണ്ടാവാം, ഡി ഉണ്ടാകാം, ഇഷ്ടം പോലെ ഡിസെൻഡൻസ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഇത് ആൻസിസ്റ്റർ ആണ്. ഇത് ആൻസിസ്റ്ററിൽ നിന്നുണ്ടായ ഡിസെൻഡൻസ് ആണ് ബി സി ഡി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ഒരു ക്ലാഡോഗ്രാം അല്ലെങ്കിൽ ഒരു ക്ലാഡിസ്റ്റിക്സ്. ഈ ക്ലാഡിസ്റ്റിക്സ് എന്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയും സിയും ഉണ്ടായി. എയിൽ നിന്ന് എ ഒരു കോമൺ ആൻസിസ്റ്റർ ആണ്. അതിൽ നിന്ന് ഉത്ഭവിച്ച രണ്ട് സ്പീഷീസ് ആണ് ബി സി. ഡി ഉണ്ട്. എയിൽ നിന്നും ഉത്ഭവിച്ച രണ്ട് സ്പീഷീസ് ആണ് ബിയും സിയും എന്ന് പറയുന്നത്. ഇനി നോക്കേണ്ട കാര്യം, ഈ ബിയും സിക്കകത്തും എയിനെ കാട്ടിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ബിയിലും സിയിലും വന്നു സങ്കല്പിക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ആൾക്ക്, എ എന്ന് പറഞ്ഞ ആൻസിസ്റ്റർ ആണ്, അയാൾക്ക് ടെയിൽ ഇല്ലായിരുന്നു, ടെയിൽ ആബ്സെന്റ് ആയിരുന്നു. എ എന്ന് പറയുന്ന ആൻസിസ്റ്ററിന് ടെയിൽ ആബ്സെന്റ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്നുണ്ടായിക്കൊണ്ടുവരുന്ന അടുത്ത ഡിസെൻഡന്റ് ആയിട്ടുള്ള ബിക്കും സിക്കും ടെയിൽ പ്രസന്റ് ആയിട്ട് വരുന്നു. എന്ന് വെച്ചാൽ ആൻസിസ്റ്ററിൽ ഇല്ലാത്ത ഒരു ക്യാരക്ടർ, ആൻസിസ്റ്റർ എ ആണ്, ആൻസിസ്റ്ററിൽ ഇല്ലാത്ത ഒരു ക്യാരക്ടർ അതിന്റെ ഡിസെൻഡൻസിൽ വരുന്നു. അങ്ങനെ പുതുതായിട്ട് ഉണ്ടാവുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്. പുതുതായിട്ട് ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സ് ആണ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്. ഇവിടെ ടെയിൽ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്യാരക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസിസ്റ്ററിലെ ക്യാരക്ടർ ഇല്ലായിരുന്നു, പക്ഷെ ഡിസെൻഡൻസിലെ ക്യാരക്ടർ വന്നു. ഇനി എന്തുവാണ് ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടർ? എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആൻസിസ്റ്റർ ബിക്കും വന്നു സിക്കും വന്നു, രണ്ടുപേരും ഷെയർ ചെയ്യുന്നു, രണ്ടുപേർക്കും ടെയിൽ എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് മാത്രം വന്ന് നമ്മൾ അതിനെ ഡിറൈവ്ഡ് ക്യാരക്ടർ എന്ന് പറയും. ആൻസിസ്റ്ററിൽ ഇല്ലാത്ത ഒരു ക്യാരക്ടർ ഒരു ഡിസെൻഡന്റ് മാത്രം വന്നാൽ നമ്മൾ ഡിറൈവ്ഡ് ക്യാരക്ടർ എന്ന് പറയും. ഇനി രണ്ട് ഡിസെൻഡൻസിനും നമുക്ക് ആൻസിസ്റ്റർ ഇല്ലാത്ത ഒരു ക്യാരക്ടർ വരുന്നു. എക്ക് ഇല്ലാത്ത ഒരു ക്യാരക്ടർ ബിക്കും വരുന്നു, സിക്കും വരുന്നു. ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്. ഈ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിന്റെ വേറൊരു പേരാണ് സിനപ്പോമോർഫി എന്ന് വിളിക്കും. അങ്ങനെ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സും ഈ ആൻസിസ്റ്ററും ഡിസെൻഡൻസും ഇതെല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് നമ്മളെ ക്ലാഡോഗ്രാം എന്ന് വിളിക്കാം. ഇത്രയും ഒരു ആൻസിസ്റ്റർ, അതിന്റെ ഡിസെൻഡൻസ്, ഷെയർഡ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഡിസെൻഡൻസും എല്ലാം കൂടെ വരയ്ക്കുന്ന ഈ റെപ്രസെന്റേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാഡോഗ്രാം. ഈ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ക്ലാഡിസ്റ്റിക്സ്. അപ്പോൾ ഒരു ക്ലാഡിസ്റ്റിക്സിനകത്ത് അവർ ചർച്ച ചെയ്യുന്നത് ഒരു കോമൺ ആൻസിസ്റ്ററിനെ പറ്റിയും അതിന്റെ ഡിസെൻഡൻസിനെ പറ്റിയും, ഡിസെൻഡൻസിനകത്ത് ഷെയർഡ് ആയിട്ടുള്ള ട്രേറ്റ് ഉള്ള ഡിസെൻഡൻസിനെ പറ്റിയും. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ക്ലാഡിസ്റ്റിക്സ് ആര് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ക്ലാഡിസ്റ്റിക്സ് ഈസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്. ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കുന്ന നമ്മളെ ബ്രാഞ്ചാണ് നമ്മളെ ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസിസ്റ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡിസെൻഡൻസിന് വരുന്നു. അത് ഒരു ഡിസെൻഡൻസിൽ മാത്രമാണോ? അല്ല, ഒന്നിൽ കൂടുതൽ ഡിസെൻഡൻസിന് ആ ക്യാരക്ടേഴ്സ് വരുന്നു. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് എന്ന് വിളിച്ചു. ആ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് ക്ലാഡോഗ്രാം. അങ്ങനെയുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ക്ലാഡിസ്റ്റിക്സ്. വ്യക്തമായിട്ട് മനസ്സിലാന്ന് വിളിക്കുന്നു. ക്ലാഡിസ്റ്റിക്സ് എന്തുവാന്ന് പഠിക്കണം, അത് ബ്രാഞ്ച് ആണ്. ഇനി എന്തുവാണ് ക്ലാഡോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രീ ലൈക്ക് റെപ്രസെന്റേഷനാ. ആ ട്രീ ലൈക്ക് റെപ്രസെന്റേഷനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആൻസിസ്റ്റർ ഉണ്ട്, ഡിസെൻഡൻസ് ഉണ്ട്, ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഡിസെൻഡൻസ് ആണ് ഉള്ളത്. ആ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെ നമ്മൾ വിളിച്ച ഒറ്റ വാക്ക് എന്തെന്ന് വെച്ചാൽ സിനപ്പോമോർഫി.
സിനപ്പോമോർഫി. അപ്പോൾ സിനപ്പോമോർഫിയിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? ക്ലാഡിസ്റ്റിക്സ് കൺസിഡർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ തവണത്തെ നമ്മുടെ HSST-യുടെ ഒരു ചോദ്യമായിരുന്നു ഇത്. കഴിഞ്ഞ തവണത്തെ നമ്മൾ HSST സുവോളജി പരീക്ഷയുടെ ഒരു ചോദ്യമാണ്, ക്ലാഡിസ്റ്റിക്സ് എന്തിന്റെ ബേസിലാണ് കൺസിഡർ ചെയ്യുന്നത്? എന്തിന്റെ ബേസിൽ? സിനപ്പോമോർഫി അല്ലെങ്കിൽ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ക്ലാഡോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത്ര മനസ്സിലായോ? രണ്ട് ചോദ്യം മനസ്സിലായോ? രണ്ട് ചോദ്യം മനസ്സിലായെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ദ ടേം ടാക്സോണമി എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റുന്നതും എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യം നോക്കുക, ദ ടേം ടാക്സോണമി വാസ് കോയിൻഡ് ബൈ. ടാക്സോണമി എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആരെന്നാ ചോദ്യം. അത് കണ്ടുപിടിച്ചതോ അതിന്റെ ഫാദറോ എന്ന ചോദ്യം. ടാക്സോണമിയുടെ ഫാദർ എന്നല്ല ചോദ്യം. ടാക്സോണമി എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേരാണ്. എല്ലാവർക്കും കാർൽ ലിനേഴ്സ് കർപ്പിക്കാനുള്ള ഒരു ഉൾക്കണ്ട കാണും. കാരണം ഫാദർ ഓഫ് ടാക്സോണമി ഒക്കെ നമ്മൾ ലിനേഴ്സ് അല്ലേ, എങ്കിൽ പിന്നെ ടേം കൊണ്ടുവന്നതും പുള്ളിക്കാരനാണെന്ന് നമ്മൾ വിചാരിക്കും. തെറ്റാണ്. കാർൽ ലിനേഴ്സ് അല്ല, ഏർണസ്റ്റ് മേയറും അല്ല, സിംസണും അല്ല, ഡി കാൻറ്റോൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമ്മളെ ടാക്സോണമി എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത്. ഇനി എന്താണ് ടാക്സോണമി എന്ന് പറയുന്ന വാക്ക്? ലാറ്റിൻ ആണോ, ഗ്രീക്ക് ആണോ, ഇംഗ്ലീഷ് ആണോ? ടാക്സോണമി ഈസ് എ ഗ്രീക്ക് വേർഡ്. ടാക്സോണമി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇനി ഏതൊക്കെയാണ് ഗ്രീക്ക് വേർഡ്? മീൻസ് ഇത് രണ്ട് വാക്കുകൾ ചേർന്ന്, ഒന്ന് ടാക്സിക്സും ഒന്ന് നോമോസ്, രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് നമ്മളെ ടാക്സോണമി എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ടാക്സോണമി ഒരു ഗ്രീക്ക് ഒറിജിൻ ആണ്. ഏതൊക്കെ വാക്ക് ചേർന്നാണ്? ടാക്സിസും നോമോസും എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ചേർന്ന ഒരു വാക്കാണ് നമ്മളെ ടാക്സോണമി എന്ന് വെച്ചാൽ. ഈ ടാക്സോണമി എന്ന് വെച്ചാൽ, ടാക്സിസ് എന്ന് വെച്ചാൽ അറേഞ്ച്മെന്റ് എന്ന അർത്ഥം. ടാക്സിസ് എന്ന് വെച്ചാൽ അറേഞ്ച്മെന്റ്. നോമോസ് എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം, സ്റ്റഡി. നോമോസ് എന്ന് വെച്ചാൽ മീൻസ് ലോ അല്ലെങ്കിൽ സ്റ്റഡി. ഇറ്റ് മീൻസ് ലോ അല്ലെങ്കിൽ സ്റ്റഡി. അങ്ങനെ രണ്ടൊരു ഗ്രീക്ക്, ടാക്സോണമി ഒരു ഗ്രീക്ക് ഒറിജിൻ ആണ്. ഏതൊക്കെ രണ്ട് വാക്കുകൾ ചേർത്താണ് ടാക്സോണമി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ടാക്സിസും നോമോസും. അത് ആദ്യമായിട്ട് ടാക്സോണമി എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി കാൻറ്റോൾ ആണ്, ലിനേഴ്സ് അല്ല. ഇനി ലിനേഴ്സ് ആരാണ്? ഫാദർ ഓഫ് ടാക്സോണമി ആണ് നമ്മുടെ കാർൽ ലിനേഴ്സ്. ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്ന ആളാണ് നമ്മളെ കാർൽ ലിനേഴ്സ് അല്ലെങ്കിൽ കരോളസ് ലിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം മാറിപ്പോയാലും ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് പഠിച്ചോണം. ഡി കാൻറ്റോൾ ആണ് നമ്മളെ ടാക്സോണമി എന്ന് പറയുന്ന വാക്കുണ്ട്. ഇനി ഏത് വർഷമാണെന്ന് വെച്ചാൽ 1813 നമ്മൾ ഈ ഡി കാൻറ്റോൾ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ടാക്സോണമി എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത്. ആ വർഷം കൂടെ നോട്ട് വെച്ചേക്കുക. 1813 ഡി കാൻറ്റോൾ ടാക്സോണമി എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ കാർൽ ലിനേഴ്സ് അല്ലേ, മാറിക്കോണേ. ഇനി അടുത്ത ചോദ്യത്തോട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, മേയർ ഡിസ്ക്രൈബ്ഡ് ഡാഷ് as സയൻസ് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം. ഇത് ഒരാളെ കോട്ടാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിൽ ചില കോട്ടുകൾ ചോദിക്കാറുണ്ട്. ഓരോ സയന്റിസ്റ്റ്, ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഏർണസ്റ്റ് മേയർ. ആ ഏർണസ്റ്റ് പറഞ്ഞ ഒരു കോട്ട് അല്ലെങ്കിൽ അവരുടെ തിയറിക്കകത്ത് അവർ ഉൾപ്പെടുത്തിയ ചില സെന്റൻസ് നമ്മൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അങ്ങനെ പുള്ളിക്കാരന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള സെന്റൻസ് ആണ് ഡാഷ് as a സയൻസ് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം. എന്തുവാണ് സയൻസ് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസിനെ പറ്റി പഠിക്കുന്നത്? എന്തുവാണ്? ഫൈലോജെനറ്റിക്സ് ആണോ? അല്ല. എന്തുവാ? ക്ലാഡിസ്റ്റിക്സ് ആണോ? അല്ല. ക്ലാഡിസ്റ്റിക്സ് നമുക്കറിയാം, മറ്റേ ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് കൺസിഡർ ചെയ്യുന്നതാണ് ക്ലാഡിസ്റ്റിക്സ്. ടാക്സോണമി ആണോ? അല്ല. ടാക്സോണമി എന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ഒക്കെയാണ് ടാക്സോണമി. ഇനി എന്തുവാണ്? നമുക്ക് ഈ ഓപ്ഷൻ 3 കട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. എന്തുവാ? സിസ്റ്റമാറ്റിക്സ് as the study of diversity of organism. ഈ ലോകത്ത് ഏതൊക്കെ തരം ഓർഗാനിസം ഉണ്ട്, ആ എല്ലാ തരം ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് അത് ഉണ്ടായോ? ഡൈവേഴ്സിറ്റിയും പഠിക്കും, അതിന്റെ കൂടെ എവല്യൂഷനും പഠിക്കുന്ന ബ്രാഞ്ച് ആണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ്. ഓർത്തു വെച്ചോണം, സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഏതൊക്കെ തരം ഓർഗാനിസം ഉണ്ട്. പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പാറ്റയുണ്ട്, പല്ലിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏതൊക്കെ തരം ഓർഗാനിസം ഉണ്ടോ ആ ഡൈവേഴ്സിറ്റി, പിന്നെ അവർ എങ്ങനെ ഉണ്ടായി, അവരെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, അവർ ഏത് ആൻസിസ്റ്ററിൽ നിന്നൊക്കെയാണ് ഉണ്ടായത്, അങ്ങനെ ഡൈവേഴ്സിറ്റിയും എവല്യൂഷനും എല്ലാം പഠിക്കുന്ന ബയോളജിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ്
സിസ്റ്റമാറ്റിക്സ്. ഈ വലിയ സിസ്റ്റമാറ്റിക്സിന്റെ ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ ചെറിയ ടാക്സോണമി എന്ന് പറയുന്നത്. പേരിടൽ ചടങ്ങും നെയിമിങ്ങും ഐഡന്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ ഉള്ള ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ് ടാക്സോണമി. ഏറ്റവും വലിയ സിസ്റ്റമാറ്റിക്സിലെ ചെറിയൊരു അംശമാണ് നമ്മളെ പേരിടുന്ന ചടങ്ങായിട്ടുള്ള ടാക്സോണമി. അപ്പോൾ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം, സ്റ്റഡി ഓഫ് ദെയർ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇതെല്ലാം പഠിക്കുന്ന ബ്രാഞ്ച് ഏതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സിന് കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ കൊണ്ടുവന്നത് നമ്മളെ മേയർ ആണ്. പറഞ്ഞിരിക്കുന്നത് എന്തുവാ? മേയർ മാത്രമല്ല, ഇഷ്ടംപോലെ സയന്റിസ്റ്റ് ഉണ്ട്. എർണസ്റ്റ് മേയർ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ ഡെഫിനിഷൻ നമ്മളെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സിസ്റ്റമാറ്റിക്സ് as the study of diversity of living organism. ഓക്കെ ആണോ? സിസ്റ്റമാറ്റിക്സ് ആൻഡ് ടാക്സോണമിയും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലായേ? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു കടലിലെ ഒരു കപ്പ് വെള്ളം മാത്രമാണ് നമ്മൾ ടാക്സോണമി. വലിയൊരു കടലാകുന്ന സിസ്റ്റമാറ്റിക്സിലെ ഒരു കപ്പ് വെള്ളം മാത്രമാണ് നമ്മൾ ടാക്സോണമി. നമുക്ക് മനസ്സിലായേ? അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതിക്കോണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ക്ലാഡോഗ്രാം ഗിവ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ. ക്ലാഡോഗ്രാം നമുക്കറിയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കോമൺ ആൻസിസ്റ്റർ, അതിന്റെ ഡിസെൻഡൻസ്, ആ ഡിസെൻഡൻസിനകത്ത് ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ഉള്ള ഡിസെൻഡൻസിനെയും വെച്ച് കൺസിഡർ ചെയ്യുന്ന ഗ്രാഫാണ് ക്ലാഡോഗ്രാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു കോമൺ ആൻസിസ്റ്റർ, അതിന്റെ ഡിസെൻഡൻസ് ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇഷ്ടം പോലെ ഡിസെൻഡൻസ് ഉണ്ട്. ഇത് വരച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നത്? ഇപ്പോൾ ഒരു കോമൺ ആൻസിസ്റ്ററിനെ എടുത്തു, അതിൽ നിന്ന് ഞാൻ പറയുന്നു വലിയൊരു ഓർഗാനിസം ഉണ്ടായിരുന്നു എ, അതിൽ നിന്നുണ്ടായ വേറെ വേറെ ഓർഗാനിസം ആണ് ബി ഉണ്ടായി, കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ സി ഉണ്ടായി, കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വേർപെട്ട് പിന്നെ ഡി എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ടായി. എന്ന് വെച്ചാൽ നമ്മളെ ഈ ക്ലാഡോഗ്രാം വരച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷണറി ബ്രാഞ്ചിങ് മനസ്സിലാവും. എന്ന് വെച്ചാൽ എങ്ങനെ എവല്യൂഷൻ നടന്നു, എങ്ങനെയാണ് സി ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എയിൽ നിന്നാണ് സി ഉണ്ടായത്, എങ്ങനെ ഡി ഉണ്ടായി, എയിൽ നിന്ന് പയ്യെ സ്പ്ലിറ്റ് ചെയ്താണ് ഡി ഉണ്ടായത്. എന്ന് വെച്ചാൽ എങ്ങനെ എവല്യൂഷൻ നടന്നു, എവല്യൂഷൻ എങ്ങനെയാണ് ബ്രാഞ്ചസ് ആയിട്ട് മാറിയത്, എങ്ങനെയാണ് ഡിസെൻഡൻസ് ആൻസിസ്റ്ററിൽ നിന്ന് ഫോം ചെയ്തത്, ഈ ഡി എന്ന് പറയുന്ന ഡിസെൻഡന്റിന്റെ ആൻസിസ്റ്റർ ആരാണ് എന്നൊക്കെ അടങ്ങുന്ന ഇൻഫോർമേഷൻ തരുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ക്ലാഡോഗ്രാം. ഒരു ഡിസെൻഡൻസിന്റെ പേര് എന്നിട്ട് അതിന്റെ ആൻസിസ്റ്റർ, ഇപ്പോൾ ഡിസെൻഡന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ജീവി, അതിന്റെ പൂർവികൻ ആരെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ക്ലാഡോഗ്രാം വെച്ച് കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എവല്യൂഷനെ പറ്റിയും ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെ പറ്റിയും, ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് മറന്നുപോലും, ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെ പറ്റിയും എവല്യൂഷനെ പറ്റിയും ഒക്കെ മനസ്സിലാവുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മളെ ക്ലാഡോഗ്രാം. ക്ലാഡോഗ്രാം നിരന്തരം എക്സാമിന് ചോദിക്കുന്നതാണ്. ഒന്ന് ക്ലാഡോഗ്രാം ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലാഡിസ്റ്റിക്സ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ സിനപ്പോമോർഫി അല്ലെങ്കിൽ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ഏത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുമെന്നും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്ലാഡോഗ്രാം നമുക്ക് അവോയ്ഡ് ചെയ്യാനില്ല, എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് ക്ലാഡോഗ്രാം. അപ്പൊ ആൻസർ വരുന്നത് എവല്യൂഷണറി ബ്രാഞ്ചിങ് ആണ് നമുക്ക് ക്ലാഡോഗ്രാം കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് എല്ലാവരും ഓർത്തോണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ചോദ്യമായിട്ട് നമുക്ക് കണ്ടിരിക്കുന്നത് സഡൻ റീഅപ്പിയറൻസ് ഓഫ് ടെയിൽ ഇൻ ഹ്യൂമൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. നമ്മൾ പത്രത്തിലൊക്കെ ഇടയ്ക്ക് വായിക്കുന്ന ഒരു ന്യൂസ് ആണ്. പുതുതായിട്ട് ജനിച്ച ശിശുവിന് വാല് വന്നു. ഇപ്പോൾ ജനിച്ച ഒരു കുട്ടിക്ക് വാല് വന്നു, ടെയിൽ വന്നു. ഇപ്പോൾ നമുക്കൊക്കെ ടെയിൽ ഉണ്ടോ? ഇല്ല, നമ്മൊന്നും ടെയിൽ ഇല്ല. പക്ഷെ പുതുതായിട്ട് ജനിച്ച, ഇപ്പോൾ റീസെന്റ് ആയിട്ട് ജനിച്ച ഒരു കുട്ടിക്ക് ടെയിലിന്റെ അംശം അല്ലെങ്കിൽ ടെയിൽ വന്നു എന്ന് വെച്ചാൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മളെ കോമൺ ആൻസിസ്റ്റർ, നമുക്ക് മുന്നേ ഉണ്ടായ പണ്ട് ഏതോ പൂർവികന് ഇട്ടുണ്ടായി, നമ്മളെ ഒരു ആൻസിസ്റ്ററിന് ടെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പയ്യെ എവല്യൂഷൻ സംഭവിച്ച് നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോഴും അതിന്റെ അംശമായിട്ടുള്ള കോക്കിക്സ് ബോൺ ഇപ്പോഴും നമുക്കുണ്ട്. വാല് വളരാനുള്ള ബോൺ നമുക്ക് ഇപ്പോഴും ഉണ്ട്, കോക്കിക്സ് ബോൺ നമുക്ക് ഇപ്പോഴും പ്രസന്റ് ആണ്. പക്ഷെ നമുക്ക് ടെയിൽ ഇല്ല. എന്ന് വെച്ചാൽ എവല്യൂഷൻ സംഭവിച്ച് നമ്മളെ ടെയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. എന്നിട്ടും ആ നഷ്ടപ്പെട്ടു പോയ ടെയില് ഒരു കുട്ടിക്ക് എങ്ങനെ വന്നു? അങ്ങനെ ഒരു പൂർവികൻ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ, ഒരു ആൻസിസ്റ്ററിന് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ കുറെ നാൾക്ക് ശേഷം, 10, 50, 100 വർഷം കുറെ നാൾക്ക് ശേഷം അത് ഇല്ലായിരുന്നു. എന്നിട്ട് പിന്നെ അത് സഡൻ ആയിട്ട് റീഅപ്പിയർ ചെയ്യുന്നു. ആ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് അറ്റാവിസം. എന്ന് വെച്ചാൽ അതൊരു കോമൺ ആൻസിസ്റ്ററിന് പണ്ട് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. ആൻസിസ്റ്ററിന് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് ടെയിൽ.
ആ ടെയില് കുറെ വംശപരമ്പരയ്ക്ക് പിന്നെ ഇല്ലായിരുന്നു. പിന്നെ ജീവിച്ച കുറെ മനുഷ്യന്മാർക്ക് പിന്നെ ടെയിൽ ഇല്ലാതെ വന്നു, എവല്യൂഷൻ സംഭവിച്ചു, നഷ്ടപ്പെട്ടു. പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ട് ഒരാൾക്ക് ആ ടെയില് പ്രസന്റ് ആയിട്ട് വരുന്നു. എന്ന് വെച്ചാൽ ആൻസിസ്റ്റർ ക്യാരക്ടർ പിന്നും വരുന്നു. അവർ നഷ്ടപ്പെട്ടു പോയതാണ്, പിന്നും അവർ വരുന്നെങ്കിൽ ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് എന്ത്? അറ്റാവിസം. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് അറ്റാവിസം. അപ്പോൾ ആൻസിസ്റ്റർ ക്യാരക്ടർ പിന്നും വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അറ്റാവിസം എന്ന് നമുക്ക് വിളിക്കാം. ഇനി എന്താണ് അപ്പോമോർഫി? എന്താണ് അപ്പോമോർഫി? അപ്പോമോർഫി എന്ന് വെച്ചാൽ ഡിറൈവ്ഡ് ക്യാരക്ടർ. നമ്മൾ നേരത്തെ സിനപ്പോമോർഫി പഠിച്ചു. ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് അപ്പോമോർഫി. ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് അപ്പോമോർഫി. ഒരു എ എന്ന് പറയുന്ന ഒരു ആൻസിസ്റ്റർ, അതിൽ നിന്ന് ബി ഉണ്ടായി. ബി എക്ക് ടെയിൽ ഇല്ലായിരുന്നു, ബിക്ക് ടെയിൽ ഉണ്ട് എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് ഉണ്ടാവുന്ന ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അപ്പോമോർഫി. ഒരു ആൻസിസ്റ്ററിന് ഇല്ലാത്ത ഒരു ക്യാരക്ടർ അതിന്റെ ഡിസെൻഡൻസിന് വരുന്നു, അതാണ് അപ്പോമോർഫി. നമ്മൾ നേരത്തെ പഠിച്ച സിനപ്പോമോർഫി എന്തുവാ? സിനപ്പോമോർഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർഡ്. സിനപ്പോമോർഫി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബിക്കും ഉണ്ടാവുന്നു, സിക്കും ഇതേ ക്യാരക്ടർ. നേരത്തെ പറഞ്ഞതാ, ബിക്കും സിക്കും സെയിം ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നു, അതാണ് സിനപ്പോമോർഫി. ഒരാൾക്ക് മാത്രം ആ ക്യാരക്ടേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിന് വിളിക്കും ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കും, അപ്പോമോർഫി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റാവിസം മനസ്സിലായോ? അറ്റാവിസം മനസ്സിലായി. ഒരു ആൻസിസ്റ്റർ ഉണ്ടാവുന്ന ഒരു ക്യാരക്ടർ ആണ്, അത് എന്ത് ചെയ്യുന്നു? കുറെ വർഷം ഇല്ലായിരുന്നു, പുതുതായിട്ട് ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് ആ ക്യാരക്ടർ വരുന്നു, അതാണ് എന്ത്? അറ്റാവിസം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിൽ പോവാം. സൊക്കൽ ആൻഡ് സ്നെത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ദ സിസ്റ്റം ഓഫ്, രണ്ട് സയന്റിസ്റ്റ് ചേർന്ന് കണ്ടുപിടിച്ച സിസ്റ്റം ഏതാണ്? സൊക്കൽ ആൻഡ് സ്നെത്ത് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് രണ്ടുപേരെയും കൂടെ കണ്ടുപിടിച്ചതിനകത്ത് ഏതാണ്? ക്ലാഡിസ്റ്റിക്സ് ആണോ, ന്യൂ സിസ്റ്റമാറ്റിക്സ് ആണോ, സൈറ്റോ ടാക്സോണമി ആണോ, അഡംസോണിയൻ ടാക്സോണമി ആണോ? ഏതാണ്? സൊക്കൽ ആൻഡ് സ്നെത്ത്. സയന്റിസ്റ്റിന്റെ പേര് ഇതിൽ വെരി ഇമ്പോർട്ടന്റ്. സയന്റിസ്റ്റിന്റെ പേരിനകത്ത് വെരി ഇമ്പോർട്ടന്റ് ആണ്. സൊക്കലും സ്നെത്തും ചേർന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ്, രണ്ട് സയന്റിസ്റ്റിനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അഡംസോൺ ടാക്സോണമിയാ. ഇതിന്റെ വേറൊരു പേരാണ് ന്യൂമറിക്കൽ ടാക്സോണമി. അഡംസോണിയൻ ടാക്സോണമി അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ടാക്സിമെട്രിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ടാക്സിമെട്രിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അഡംസോണിയൻ ടാക്സോണമി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമി, ടാക്സിമെട്രിസ്റ്റ് അല്ലെങ്കിൽ ഫെനറ്റിക്സ് എന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൊക്കൽ ആൻഡ് സ്നെത്ത് കണ്ടുപിടിച്ച സിസ്റ്റമാണ് ഒന്ന് ന്യൂമറിക്കൽ ടാക്സ്. ഇതെല്ലാം ഒരാൾക്കാരാണ്. അഡംസോണിയൻ ടാക്സോണമി അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ടാക്സിമെട്രിസ്റ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഫെനറ്റിക്സ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് 4 പേരാ. അപ്പോൾ ഈ 4 നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇത് ചിലപ്പോൾ 3 വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് വെച്ചാൽ നമുക്ക് അറിയായിരിക്കും. ന്യൂമറിക്കൽ ടാക്സോണമി നമ്മൾ കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമിയുടെ വേറൊരു പേരാണ് അഡംസോണിയൻ ടാക്സോണമി. അതിന്റെ തന്നെ വേറൊരു പേരാണ് ഫെനറ്റിക്സ്. അതിന്റെ തന്നെ വേറൊരു പേരാണ് ടാക്സിമെട്രിസ്റ്റ്. അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്ന ടാക്സോണമി ആ കോൺസെപ്റ്റിന്റെ വേറെ വേറെ പേരുകൾ ഓർക്കുക. അഡംസോണിയൻ ടാക്സോണമി ഉണ്ട്, ഫെനറ്റിക്സ് ഉണ്ട്, ടാക്സിമെട്രിസ്റ്റ് ഉണ്ട്. 4 പേരാ. അപ്പോൾ എന്താണ് ഈ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് വെച്ചാൽ? എന്താണ് ഈ ന്യൂമറിക്കൽ ടാക്സോണമി? സിമ്പിൾ ആയിട്ട് എന്തോ സംഭവം, എന്തുവാണ് നമ്മളെ സൊക്കലും സ്നെത്തും കണ്ടുപിടിച്ച ഈ ന്യൂമറിക്കൽ ടാക്സോണമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തുവാ? ന്യൂമറിക്കൽ ടാക്സോണമി, ന്യൂമറിക്കൽസ് നമുക്കറിയാം, നമ്പർ എടുക്കുക എന്ന് വെച്ചാൽ ഇവര് പറഞ്ഞത്, ഇവരൊരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത് ബേസ്ഡ് ഓൺ ദെയർ എക്സ്റ്റേണൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് ഇവര് കുറെ സ്കോർ കൊടുത്തു. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇവർ ഒരു ഓർഗാനിസിനെ ഇവര് ഗ്രൂപ്പ് ആക്കി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഇപ്പോൾ എക്സാമ്പിൾ ഹെയർ, DNA, 2 ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഹെയർ ഉണ്ടെങ്കിൽ 2 ഓർഗാനിസം എടുത്തിട്ട് അവർക്ക് ഹെയർ ഉണ്ടെങ്കിൽ 1 മാർക്ക് കൊടുത്തേക്കും. ഹെയർ ഉണ്ടെങ്കിൽ 1 മാർക്ക്. അവരുടെ ഓർഗാനിസത്തിന്റെ ബോഡിക്കകത്ത് DNA ഉണ്ട് എങ്കിലും 1 മാർക്ക് കൊടുത്തേക്കും. അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് എടുത്തിട്ട് അതിന് ഈ മാർക്ക് കൊടുക്കുന്ന പോലെ ഓരോ സ്കോർസ് കൊടുത്തിട്ട്, ഇപ്പോൾ ഈ ഓർഗാനിസിന് A എന്ന് പറയുന്ന ഓർഗാനിസിന് അവസാനം കിട്ടിയത് 20 മാർക്കാണ്, 20 സ്കോർ കിട്ടി. B എന്ന് പറയുന്ന ഓർഗാനിസിന് അവസാനം നമ്മളെല്ലാം കൂട്ടി കിട്ടിയത് 20 മാർക്കാണ്. അങ്ങനെ ഒരേ സ്കോറുള്ള ഓർഗാനിസിന് എല്ലാവരും കൂടെ ഇവർ ഒരു ഗ്രൂപ്പ് ആക്കി. മനസ്സിലായോ? ഇപ്പൊ ഇതിന്റെ കുഴപ്പം എന്തുവാ? ഇതിന്റെ കുഴപ്പം എന്ന് വെച്ചാൽ
ഹെയർ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിലും 1 മാർക്ക്, DNA എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ 1 മാർക്കാ. എന്ന് വെച്ചാൽ ഇവര് ഈക്വൽ വെയിറ്റേജാ, എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ വെയിറ്റേജ്. അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞത് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു വിധമാണ്. എന്ന് വെച്ചാൽ അവർ എങ്ങനെ ഓർഗാനിസിനെ ക്ലാസിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ സ്കോർ കൊടുക്കും. ഇന്ന 2 ഓർഗാനിസം കൊണ്ടുപോവാ, ആ 2 ഓർഗാനിക് ഹെയർ ഉണ്ടോ എങ്കിൽ 1 മാർക്ക്, അവർക്ക് കൈ ഉണ്ടോ 1 മാർക്ക്, കാലുണ്ടോ 1 മാർക്ക്. അങ്ങനെ എല്ലാവർക്കും ഈക്വൽ വെയിറ്റേജ്, എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ വെയിറ്റേജ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനും മോർ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിനും രണ്ടിനും തുല്യ മാർക്കാണ്. ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെയർ 1 മാർക്ക്, മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള DNA-ക്കും അവർ ഈക്വൽ വെയിറ്റേജ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈക്വൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ വെയിറ്റേജ് ഒക്കെ കൊടുത്തിട്ട് ഓർഗാനിസത്തിനെ സ്കോറിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന ആ സിസ്റ്റമാണ് ന്യൂമറിക്കൽ ടാക്സോണമി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഫെനറ്റിക്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ടാക്സിമെട്രിസ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് അഡംസോണിയൻ ടാക്സോണമി. ദേ ഗീവ് സ്കോർ, ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ സ്കോർ കൊടുക്കും. എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ വെയിറ്റേജാ. ഹെയർ ഉണ്ടെങ്കിലും 1 മാർക്ക്, അയാൾക്ക് DNA ഉണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ നല്ല മാർക്ക് കിട്ടുന്നു, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും അതേ സെയിം മാർക്കിന് കിട്ടിപ്പോകുന്നു. അതുകൊണ്ട് ഇത് പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല, ഇതിനെ ഡിസ്കാർഡ് ചെയ്തു. അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമി കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് നമ്മളെ സൊക്കൽ ആൻഡ് സ്മിത്ത്. അവര് കണ്ട് എന്തിന്റെ ബേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സിനും അവരോരോ സ്കോർ കൊടുത്തിട്ടാണ് അവർ ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്തത്. ആ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർഗാനിസിനെ തരം തിരിച്ചു പഠിച്ചു. അപ്പോൾ അതാണ് ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് ആയിരുന്നു നമ്മളെ സൊക്കലും സ്മിത്തും കൊണ്ടുവരുന്നത്. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് വിളിക്കാറുണ്ട്, അഡംസോണിയൻ ടാക്സോണമി എന്ന് വിളിക്കാറുണ്ട്, ഫെനറ്റിക്സ് എന്ന് വിളിക്കാറുണ്ട്, ടാക്സിമെട്രിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ 4 പേര് കൊടുത്തോണേ, 4 പേര് കൊടുത്തോണേ. അടുത്ത ചോദ്യത്തിൽ പോവാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പാരാപാട്രിക് സ്പീഷിയേഷൻ? പാരാപാട്രിക് സ്പീഷിയേഷൻ ഈസ് കറക്റ്റ്. ഇനി 4 എന്തുവാണ് പാരാപാട്രിക് എന്നറിയാവോ? പാരാപാട്രിക് സ്പീഷിയേഷൻ. ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് പാരാപാട്രിക് സ്പീഷിയേഷൻ ആയിട്ട് കണക്കിട്ടുള്ളത്? എന്തുവാണ് പാരാപാട്രിക് സ്പീഷിയേഷൻ? ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതൊരു മെയിൻ പോപ്പുലേഷൻ ആണ്. ഇത് എ എന്ന് പറയുന്ന ഒരു വലിയ പോപ്പുലേഷൻ ആണ്. അതിനകത്ത് ഇഷ്ടംപോലെ ഓർഗാനിസം ഉണ്ട് സങ്കല്പിക്കും. എന്തുവാണ് പാരാപാട്രിക് സ്പീഷിയേഷൻ എന്നാ പറയാൻ പോണത്? എ എന്ന് പറയുന്ന വലിയൊരു പോപ്പുലേഷൻ, അതിനകത്ത് 100 കണക്കിന് ഓർഗാനിസം ഒക്കെ ഉണ്ട്. ഇതിൽ നിന്ന് ചെറിയൊരു ഓർഗാനിസം വിട്ടുമാറി ഇങ്ങനെ വന്ന് നിൽക്കുക. ഇവന്മാർക്ക് പുറത്തു പോയില്ല. ഇവന്മാരായിട്ട് മെയിൻ പോപ്പുലേഷൻ ആയിട്ട് ഈ മഞ്ഞ കളർ നോക്കുക. ഈ മെയിൻ പോപ്പുലേഷൻ ആയിട്ട് ഇത് ബി, ഈ മഞ്ഞ കളർ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് മെയിൻ പോപ്പുലേഷൻ, ഇത് അതിൽ നിന്ന് സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വേറൊരു പോപ്പുലേഷനാണ്. ഇത് സ്പ്ലിറ്റ് ആയി പുറത്ത് പോയില്ല. ഇവര് തമ്മിൽ ജീൻ ഫ്ലോകളുണ്ട്, അങ്ങാട്ടും ഇങ്ങാട്ടും ഇവര് പോകാറും വരാറൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഈ പോപ്പുലേഷനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ സ്പീഷ്യൽ വിളിക്കപ്പെടുന്നത് പാരാപാട്രിക് സ്പീഷിയേഷൻ. എന്ന് വെച്ചാൽ മെയിൻ പോപ്പുലേഷൻ ഉണ്ട്, അവര് തന്നെ ഒരു സബ് പോപ്പുലേഷൻ ഉണ്ട്. അവർ സ്പ്ലിറ്റ് ആയി പോയിട്ടില്ല, അവർ അറ്റത്തിന് ഇരിപ്പുണ്ട്, സ്പ്ലിറ്റ് ആയി പോയിട്ടില്ല. ഇവര് തമ്മിൽ ഈ എ എന്ന് പറയുന്ന ആൾക്കാരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാറുണ്ട്, ബിയിലെ ആൾക്കാർ കുറച്ച് പേര് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പാർഷ്യൽ സെപ്പറേഷൻ മാത്രമാണ്. ഇവിടെ ചെറിയൊരു സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ, ഫുൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള സ്പീഷിയേഷൻ ആണ് പാരാപാട്രിക് സ്പീഷിയേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ മെയിൻ പോപ്പുലേഷൻ, ബി എന്ന് പറഞ്ഞത് അതിന്റെ വേറൊരു സബ് പോപ്പുലേഷൻ ആണ്. എന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു മതിലുണ്ട്, അവരങ്ങ് മുറിഞ്ഞു പോകാറായി നിൽക്കുക. എന്നുവെച്ചാൽ ചെറിയൊരു സെപ്പറേഷൻ, ജോഗ്രഫിക്കൽ സെപ്പറേഷൻ, ഇടയ്ക്കെന്തോ മലയോ കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബിയിലെ കുറച്ച് ആൾക്കാർ കണ്ണ് വെട്ടിച്ച് ഇങ്ങോട്ട് വരാറുണ്ട്, എയിലെ കുറച്ച് ആൾക്കാർ കണ്ണ് വെട്ടിച്ച് ബിക്കകത്തോട്ടും പോകാറുണ്ട്. അവിടെ ഇടയ്ക്ക് ഒരു ചെറിയ സെപ്പറേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു പാർഷ്യൽ ജോഗ്രഫിക്കൽ സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് ഇവർക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആൾക്കാർ പോളിൽ കുറച്ച് പോകുന്നുണ്ട്, എയിലെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, ബിയിലെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പാർഷ്യൽ സെപ്പറേഷൻസ് ഉണ്ട്. ഫുൾ സെപ്പറേഷൻ ആണോ? ഫുള്ളി സെപ്പറേറ്റഡ് അല്ല. ഫുള്ളി സെപ്പറേറ്റഡ് ആണെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ഫുൾ സെപ്പറേഷൻ ആണെങ്കിൽ ബി ആൾക്കാർക്ക് എയിലോട്ടും മെയിൽ ആൾക്കാർക്ക് ബിയോട്ട് വരാൻ പറ്റത്തില്ല. ഇവിടെ ജീൻ ഫ്ലോ ഉണ്ട്, ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ടും അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടും സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ജീൻ ഫ്ലോ ഉണ്ട്. അങ്ങനെ ഒരു പാർഷ്യൽ ജോഗ്രഫിക്കൽ സെപ്പറേഷൻ ഉള്ളതാണ് നമ്മളെ ഈ പാരാപാട്രിക് സ്പീഷിയേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെ ജീൻ ഫ്ലോ പ്രസന്റ് ആണ് ഓർത്തോണം. പാരാപാട്രിക് സ്പീഷീസിനകത്ത് ജീൻ ഫ്ലോ പ്രസന്റ് ആണ്. അവിടെ ഒരു ജീൻ ഫ്ലോ പ്രസന്റ് ആണ്. അവിടെ ഒരു പാർഷ്യൽ ബാരിയർ, പാർഷ്യൽ ആയിട്ടുള്ള സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ. ഫുൾ സെപ്പറേഷൻ ഇല്ല. ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. അത്തരത്തിലുള്ള സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ്, അങ്ങനെ പുതിയ സ്പീഷീസ് ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാരാപാട്രിക് സ്പീഷിയേഷൻ. ആ ഗ്രൂപ്പിനെ നമ്മൾ പാരാപാട്രിക് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സ്പീഷ്യസ് കോൺസെപ്റ്റ് ഡിഫൈൻസ് സ്പീഷ്യസ് ബേസ്ഡ് ഓൺ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ? വിച്ച് സ്പീഷ്യസ് കോൺസെപ്റ്റ് ഡിഫൈൻസ് സ്പീഷ്യസ് ബേസ്ഡ് ഓൺ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ? ഒരു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. അപ്പോൾ നോക്കാം, ആൻസർ ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്താണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. വെരി ഇമ്പോർട്ടന്റ്, നമ്മൾ ഈ യൂണിറ്റിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ടേം ആണ്. റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്താണ്? റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ, ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടുക, ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്ന അവസ്ഥ. റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ, ഒരു പോപ്പുലേഷനിനകത്ത് എ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ബി എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്, സി എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്. ഓക്കെ, ഇത് ഡോഗ് ആണെന്ന് വെച്ച്, ഇത് ഡോഗ്, ബി എന്ന് പറയുന്ന ആൾക്കാർ കാറ്റ്, ഇവര് മങ്കീസ് ആണെന്ന് വെക്കും. ഓക്കെ, അപ്പോൾ ഒരു പോപ്പുലേഷനകത്ത് ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ട്. എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡോഗുകൾ ഉണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് കാറ്റുകൾ ഉണ്ട്, സി എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഉണ്ട്. ഇവര് മൂന്ന് പേരും മൂന്ന് സ്പീഷീസ് അല്ലേ? എ എന്ന് പറയുന്നത് പട്ടികളാണ്, ബി എന്ന് പറയുന്നത് പൂച്ചകളാണ്, സി എന്ന് പറയുന്നത് കുരങ്ങന്മാരാണ്. മൂന്ന് പേരും ഡിഫറെന്റ് സ്പീഷീസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് പറയും ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഈച്ച് അതർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്ക് ബിയുമായിട്ട് റീപ്രൊഡക്ഷനിൽ ഏർപ്പെടാനുള്ള കഴിവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം ബി. ഒരു സ്പീഷീസിലുള്ളവർക്ക് മാത്രമേ തമ്മിൽ മേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് അടുത്ത തലമുറ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒരു സ്പീഷീസിനകത്തുള്ളവർ തമ്മിലേ അവർക്ക് മേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഡോഗിനകത്ത് ആ ഡോഗിന്റെ ഗ്രൂപ്പിനകത്ത് വരുന്ന ആൾക്കാരുമായിട്ടേ അവർക്ക് മേറ്റ് ചെയ്തിട്ട് അടുത്ത ജനറേഷനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. അങ്ങനെ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആ സ്പീഷ്യസ്. ഇവിടെ എന്തുകൊണ്ടാണ് ഡോഗ് ഒരു സ്പീഷീസ് എന്ന് വെച്ചാൽ അവർക്ക് തമ്മിൽ മാത്രമേ മേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അവർക്ക് വേറെ ഗ്രൂപ്പായിട്ട് മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയി പോയ തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യുന്ന ഓർഗാൻസിനെ വിളിക്കുന്ന പേരാണ് സ്പീഷ്യസ് എന്നാണ് ബയോളജിക്കലി സ്പീഷ്യസ് കോൺസെപ്റ്റുകാർ പറഞ്ഞത്. സ്പീഷ്യസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആൻഡ് ദേ ക്യാൻ ഇന്റർബ്രീഡ് ദംസെൽഫ്. ഇന്റർബ്രീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ബ്രീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഡോഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇഷ്ടം പോലെ ഡോഗ് ഉണ്ടെങ്കിൽ ആ ഡോഗുകൾ തമ്മിൽ അവർക്ക് മേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ക്വാളിറ്റി ഉള്ളവരാണ് ഒരു സ്പീഷ്യസ് എന്നാണ് നമ്മളെ ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റുകാർ പറഞ്ഞത്. ഓരോ സ്പീഷ്യസ് കോൺസെപ്റ്റ് ഉണ്ട്, ഇന്നതാണ് ഒരു സ്പീഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്പീഷ്യസ് കോൺസെപ്റ്റ് ഉണ്ട്. ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസ് കോൺസെപ്റ്റ് ആണ് നമ്മളെ ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ്. അവരെന്തോ പറഞ്ഞത്, സ്പീഷ്യസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഈച്ച് അതർ. റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണ്, ദേ ക്യാൻ ഇന്റർബ്രീഡ് ദംസെൽഫ്. എ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് അവർക്ക് പരസ്പരം ബ്രീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ രണ്ട് ക്വാളിറ്റി ഉള്ളവരാണ് സ്പീഷ്യസ് എന്നാണ് നമ്മളെ ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റുകാർ പറഞ്ഞത്. ഇനി ആരാണ് അതിന്റെ പ്രധാനപ്പെട്ട ആളെന്ന് ചോദിച്ചാൽ ജോർദൻ. ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആരെന്ന് വെച്ചാൽ ജോർദൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മേയർ ഓപ്ഷനകത്ത് ഏർണസ്റ്റ് മേയർ ഉണ്ടെങ്കിലും അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, രണ്ടു സയന്റിസ്റ്റുകളുണ്ട്. പ്രധാനപ്പെട്ട ആളാണ് ജോർദൻ ആണ് ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. Species are a group of organisms. They are reproductively isolated each other and they can interbreed themselves. ഇനി അടുത്തത് ആ കൊണ്ടുവന്ന സയന്റിസ്റ്റ് ഹു പ്രപ്പോസ്ഡ് ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർദൻ ആണ്. ഏർണസ്റ്റ് മേയറും കൂടെ ഉണ്ട്. ഏർണസ്റ്റ് മേയറും ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റിന്റെ ഒരു വക്താവാണ്. അപ്പോൾ ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലായോ? ഡിഫൈൻഡ് സ്പീഷ്യസ് ബേസ്ഡ് ഓൺ ദെയർ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ഇസ് കാൾഡ് ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ്. വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിൽ പോവാം. സിബ്ലിംഗ് സ്പീഷീസ് ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. എന്താണ് സിബ്ലിംഗ് സ്പീഷീസ് എന്നാണ് നമ്മൾ പഠിക്കാറ്. എന്താണ് സിബ്ലിംഗ് സ്പീഷീസ്? ആൻസർ ഉണ്ട്, മോർഫോളജിക്കലി ഐഡന്റിക്കൽ ബട്ട് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്.
കാണാൻ ഒരേപോലെ ഇരിക്കും. എക്സാമ്പിൾ, ഒരു രണ്ട് ഓർഗാനിസം എയും ബിയും എന്ന് പറയുന്ന രണ്ട് ഓർഗാനിസം, ഇവര് കാണാൻ ഏകദേശം ഒരേപോലെ ഇരിക്കും. രണ്ടുപേരും കാണാൻ അച്ചിൽ വാർത്ത പോലെ ഒരേപോലെ ഇരിക്കും. പക്ഷെ രണ്ടുപേർക്കും തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. ബിക്കോസ് ഇത് വേറെ സ്പീഷീസ്, ഇത് വേറെ സ്പീഷീസ്. അത്തരത്തിലുള്ള സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് സിബ്ലിംഗ് സ്പീഷീസ്. എന്ന് വെച്ചാൽ കാണാൻ ABCD എന്ന് പറയുന്ന AB രണ്ട് ഓർഗാനിസം, അവർ രണ്ട് ഓർഗാനിസവും കാണാൻ ഏകദേശം ഒരേപോലെ. രണ്ടുപേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. രണ്ടുപേരും മോർഫോളജിക്കലി വെരി സിമിലർ. നമ്മൾ വിചാരിക്കും രണ്ടും ഒരേ ആൾക്കാരാണെന്ന് വിചാരിക്കും, രണ്ടും ഒരേ ആൾക്കാരാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ദേ ആർ റീപ്രൊഡക്റ്റീവ് ഐസൊലേറ്റഡ്. അവർ കാണാൻ മാത്രമേ ഒരേപോലെ ഉള്ളൂ. പക്ഷെ എന്താണ്, ദേ ആർ റീപ്രൊഡക്റ്റീവ് ഐസൊലേറ്റഡ് ബിക്കോസ് എ എന്ന് പറഞ്ഞ വേറൊരു കൂട്ടം സ്പീഷീസ് ആണ്. അവരത്തുള്ള ജീൻസും കാര്യങ്ങളൊക്കെ വേറെ, ഇവര് വേറൊരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണ്. കാണാൻ ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മൾ സിനിമാ നടന്മാരൊക്കെ ഡ്യൂപ്പ് കാണത്തില്ലേ, അതേപോലെ ഡ്യൂപ്പ് അവര് രണ്ടും വേറെ ഒരു ആൾക്കാരല്ലേ, അതേപോലെ ഡ്യൂപ്പാണ് നമ്മളെ ഈ സിബ്ലിംഗ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. അവര് ജനറ്റിക്കലി അവര് ഡിസിമിലർ ആണ്, ബട്ട് മോർഫോളജിക്കലി സിമിലർ. ജനറ്റിക്കലി ഡിസിമിലർ. ഇപ്പൊ നമ്മളെ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ പോലെ ഡ്യൂപ്പ് ഇടുന്ന ആൾക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്. അവർ മമ്മൂട്ടിയെ മോഹൻലാലിനെ പോലെ തന്നെ ഇരിക്കും, പക്ഷെ മമ്മൂട്ടിയാണോ? അല്ല, വേറെ ആൾക്കാർ. അതേപോലെ മോർഫോളജിക്കലി സിമിലർ ആണ്, ബട്ട് എന്താണ്, അവര് ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള അത്തരത്തിലുള്ള സ്പീഷീസെ വിളിക്കുന്ന പേരാണ് സിബ്ലിംഗ് സ്പീഷീസ്. ഒരേ ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർ. അപ്പൊ സിബ്ലിംഗ് സ്പീഷീസ് എന്തുവാണ് നമ്മൾ മനസ്സിലാക്കണം. ദേ ആർ മോർഫോളജിക്കലി സിമിലർ ബട്ട് ജനറ്റിക്കലി ഡിസിമിലർ, അല്ലെങ്കിൽ ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് എന്ന് മനസ്സിലാക്കി വെച്ചോണം. വാട്ട് ഈസ് സിബ്ലിംഗ് സ്പീഷീസ് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രധാനമായിട്ട് ബേർഡ്സ് ഒക്കെയാണ് ഒരുപാട് സിബ്ലിംഗ് സ്പീഷീസ് ഒക്കെ ഉള്ളത്, നമ്മളെ ബേർഡ് ഇൻസെക്ട് ഗ്രൂപ്പിലേക്ക് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. ഫൈലോജനറ്റിക് നമുക്കറിയാം എവല്യൂഷണറി ബ്രാഞ്ചിങ് ഒക്കെ ഉള്ളത്, എവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസ് കോൺസെപ്റ്റ് ആണ്. ഫൈലോഗ്രാം ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഒക്കെയാണ് ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ആരാണ് കൊണ്ടുവന്ന് വെച്ചാൽ ജോയൽ ക്രാക്രാഫ്റ്റ് ആണ് ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനി നമ്മളെ ജോർദാൻ കൊണ്ടുവന്ന സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. എല്ലാം പഠിക്കണം കേട്ടോ. ജോർദാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ വിശദമായി ഇഷ്ടംപോലെ സ്പീഷീസ് കോൺസെപ്റ്റ് ഉണ്ട്. ഇന്നതാണ് ഒരു സ്പീഷ്യസ്, ഇതാണ് ഒരു സ്പീഷ്യസ്, ഇങ്ങനെ എവല്യൂഷൻ വഴി ഉണ്ടാവുന്നതാണ് സ്പീഷ്യസ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ആൾക്കാർ, ഡിഫറെന്റ് ഐഡിയോളജിസ്റ്റ് ഉണ്ട്. ആ ഡിഫറെന്റ് ഐഡിയ എന്ന് പറയുന്നത് ജോർദാൻ കൊണ്ടുവന്ന സ്പീഷീസ് കോൺസെപ്റ്റ് ആണ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. ഇനി സിംസൺ കൊണ്ടുവന്ന സ്പീഷീസ് കോൺസെപ്റ്റ് എവല്യൂഷണറി സ്പീഷീസ് കോൺസെപ്റ്റ്. സിംസൺ കൊണ്ടുവന്നാണ് നമ്മൾ എവല്യൂഷണറി സ്പീഷീസ് കോൺസെപ്റ്റ്. അപ്പോൾ ജോർദാൻ കൊണ്ടുവന്ന സ്പീഷീസ് ആണ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്, നമ്മളെ സിംസൺ കൊണ്ടുവന്നാണ് എവല്യൂഷണറി സ്പീഷീസ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയോണം, ഇത്ര നോക്കിയോണം. ഓക്കെ, അപ്പോൾ വാൻ വാലിന് വേറെ ആൾക്കാർ. അപ്പോൾ ജോയൽ ക്രാക്രാഫ്റ്റ് കൊണ്ടുവന്ന സ്പീഷീസ് കോൺസെപ്റ്റ് ആണ് നമ്മളെ ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. അതിന്റെ കൂട്ടത്തിൽ ജോർദാനെയും സിംസണെയും കൂടി ഓർത്തോണം. ഓക്കെ, ജോർദാൻ ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് കൊണ്ടുവന്നു, സിംസൺ നമ്മൾ എവല്യൂഷണറി സ്പീഷീസ് കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ആദ്യമായിട്ട് ഒരു ക്ലാസിഫിക്കേഷനെ കൊണ്ടുവന്ന ആളാണ് സിംസൺ. കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്രിപ്റ്റിക് സ്പീഷീസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ സിബ്ലിംഗ് സ്പീഷീസിനോട് ചേർന്ന് നിൽക്കുന്ന, ഒന്ന് കുറച്ച് ജനറ്റിക്കലി ഡിസിമിലർ ആണ്, ഒന്ന് കുറച്ചുകൂടി ജനറ്റിക്കലി സിമിലർ ആണ്. രണ്ടും ഏകദേശം ഒരേ വിളിക്കുന്ന സ്പീഷീസ് ആണ് ക്രിപ്റ്റിക് സ്പീഷീസ്. ക്രിപ്റ്റിക് സ്പീഷീസിനകത്ത് ഇതിനകത്ത് വന്ന് നോക്കുക, ഡിസ്റ്റിൻക്ട് സ്പീഷീസ് ദാറ്റ് അപ്പിയർ സിമിലർ മോർഫോളജി. മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഡിസ്റ്റിൻക്ട് സ്പീഷീസ്, ജനറ്റിക്കലി ഒരു സിമിലാരിറ്റിയും ഇല്ലാത്ത സ്പീഷീസ് ആണ് ക്രിപ്റ്റിക് സ്പീഷീസ്. സിബ്ലിംഗ് സ്പീഷീസ് കുറച്ചുകൂടെ സിമിലാരിറ്റി കാണും, ക്രിപ്റ്റിക് സ്പീഷീസ് ഒട്ടും സിമിലാരിറ്റി. സിബ്ലിംഗ് ക്രിപ്റ്റിക്കും ഏകദേശം ഒരേപോലെയാ. സിബ്ലിംഗും സ്ക്രിപ്റ്റിക്കും ഏകദേശം 90% ഇവ രണ്ടും ഒരേപോലെ ഇരിക്കും. സിബ്ലിംഗ് സ്പീഷീസും എന്താണ് മോർഫോളജിക്കലി സിമിലർ, ജനറ്റിക്കലി ഡിസിമിലർ ആണ്. ക്രിപ്റ്റിക് സ്പീഷീസിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ ദേ ആർ ആൾസോ മോർഫോളജിക്കലി സിമിലർ, ദേ ആർ ജനറ്റിക്കലി നല്ല ഡിസിമിലർ ആണ് ക്രിപ്റ്റിക്. സിബ്ലിംഗ് കുറച്ചുകൂടെ ജനറ്റിക്കലി സിമിലാരിറ്റി കാണും. അപ്പോൾ അതിന്റെ ആൻസർ തന്നെ ദേ അപ്പർ സിമിലർ, മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഓർഗാനിസം ആണ് ക്രിപ്റ്റിക്. നമ്മൾ സിബ്ലിംഗും ക്രിപ്റ്റിക്കും ഒക്കെ ഏകദേശം ഒരേപോലെ പഠിച്ചു. ഇനി അടുത്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് കോൺസെപ്റ്റ് റിലൈസ് ഹെവിലി ഓൺ മെഷറബിൾ ട്രേറ്റ്സ്. മെഷറബിൾ ട്രേറ്റ്സ് എന്തുവാ? മെഷറബിൾ എന്ന് വെച്ചാൽ പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന ട്രേറ്റുകൾ ഉൾപ്പെടുത്തിയിട്ട് സ്പീഷീസ് കോൺസെപ്റ്റിനെ പറയുന്നത്. ഇപ്പൊ എവല്യൂഷണറി സ്പീഷീസ് കോൺസെപ്റ്റ് ആണെങ്കിൽ അവര് പുറമേ കാണാൻ പറ്റുന്നതാണോ? അല്ല, അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ആൻസിസ്റ്ററിൽ നിന്നാണ് ഇന്ന ഡിസൈൻ ഉണ്ടായത്, ഇത്ര വർഷങ്ങൾ എടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞ് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ് നമ്മൾ എവല്യൂഷണറി.
ഇനിയൊരു പണ്ടൊരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇത്രേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു റീസെന്റ് ആയിട്ടുള്ള ഡിസെന്റ് വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് എവല്യൂഷനെ ബന്ധപ്പെടുത്തി പറയുന്ന ആൾക്കാരാണ് എവല്യൂഷണറി കോൺസെപ്റ്റ്. ഇനി ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിവില്ലാത്ത ഓർഗാനിസം, ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിവുള്ള, റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണ് തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യുന്ന ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് എക്കോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു എക്കോളജിയിൽ, ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ജീവിക്കുന്ന എല്ലാവരും ഒരു സ്പീഷീസ് ആണ് എന്നൊക്കെ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ എക്കോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. ഇതിനകത്ത് മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് മാത്രമാണ് പുറമേ ഉള്ള, ഇപ്പോൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, ഇവന് കൈയുണ്ട്, കാലുണ്ട്, മുടിയുണ്ട്, തലയുണ്ട്, ഇങ്ങനെയുള്ള മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ് വെച്ചിട്ട്, എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സിനെ വെച്ചിട്ട് ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തഡാണ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. അവർ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിന് നോക്കും. ആ കൈയും തലയും കണ്ണൊക്കെ ഉണ്ടോ എങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാം ഒരു ഗ്രൂപ്പിൽ, ആ വാലില്ലാത്തമാരൊക്കെ വേറെ ഗ്രൂപ്പിൽ പോ, കൈയും കായ ഇല്ലാത്തവർ ചിറകുള്ളവരൊക്കെ വേറെ ഗ്രൂപ്പിൽ പോ. അങ്ങനെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനൊക്കെ നോക്കിയിട്ട് മെഷറബിൾ ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സിനെ നോക്കിയിട്ട് ഓർഗാനിസത്തിനെ തരംതിരിക്കുന്ന ഗ്രൂപ്പാണ് നമ്മളെ മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. അവർ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സിനാണ് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളെ മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. അടുത്താണ് ടാക്സോണമിക് കീസ് ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ. എന്താണ് ഒരു ടാക്സോണമിക് കീ എന്ന് വെച്ചാൽ? ടാക്സോണമിക് കീ എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ്. നമ്മൾ ടാക്സോണമിക് കീ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാട്ടിൽ പോയി, നമ്മൾ ഒരു സയന്റിസ്റ്റ് ഒക്കെയാണ്, നമ്മളൊരു കാട്ടിൽ പോയിട്ട് നമുക്കൊരു ഓർഗാനിസിനെ കിട്ടി, ഇതുവരെ ആരും കാണാത്ത ഒരു ഓർഗാനിസമാണ്. നമ്മൾ അതിന് ഇസഡ് എന്ന് പേര് കൊടുത്തു, ഇസഡ് എന്ന് വിളിച്ചിട്ട് ഒരു ഓർഗാനിസം നമുക്ക് കിട്ടി. ആ ഇസഡ് എന്ന് പറയുന്ന ഓർഗാനിസം നമ്മൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇതുവരെ ആരും കണ്ടിട്ടില്ല, നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പുതിയ ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി. അയാൾ ഇതുവരെ ആരും കാണാത്ത പുതിയ ഒരാളാണ്, ആ ഓർഗാനിസം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ്? അയാളെ കിങ്ഡം ഏതാണ്? അയാളെ ഫൈലം ഏതാണ്? അയാളെ ക്ലാസ് ഏതാണ്? അയാൾ ഏത് ഓർഡറിൽ വരും? ഏത് ജീനസിൽ വരും? ഏത് സ്പീഷീസിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടാക്സോണമിക് കീ. ടാക്സോണമിക് കീസ് വെച്ചിട്ട് എക്സാമ്പിൾ ഡൈക്കോട്ടോണമസ് കീ ഉണ്ട്, പോളിക്ലേവ് കീ ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കീ ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യും. ഇവര് ഇന്ന ഫൈലത്തിൽ വരുന്നവരാണോ, ഇന്ന കിണ്ടക്റ്റിൽ വരുന്നവരാണോ, ഇന്ന ക്ലാസ്സിൽ വരുന്നവരാണോ, ഏതിനകത്ത് വരുന്നവരാണെന്ന് നമ്മൾ ഈ ടാക്സോണമിക് കീ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടാക്സോണമിക് കീ ഉപയോഗിക്കുന്നത് പേരിടാനല്ല, ഓർഗാനിസിനെ ഐഡന്റിഫൈ ആണ്. ഇവൻ ആരവൻ, ആരാണ് ഇവനെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ടാക്സോണമിക് കീ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ പസിൽ പൂരിപ്പിക്കത്തില്ലേ? ഇപ്പോൾ ഒരു സെന്റൻസ് കാണാം, ഈ സെന്റൻസ് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ 10ാം സെന്റൻസിൽ പോവുക, 10ാം സെന്റൻസ് പൂരിപ്പിച്ചാൽ നിങ്ങൾ നേരെ 12ൽ പോവുക. അങ്ങനെ വഴി തന്ന് അവസാനം നമുക്ക് ആൻസർ കിട്ടും. അതേപോലെയാണ് ടാക്സോണമിക് കീ വർക്ക് ചെയ്യുന്നത്. ഇന്ന ക്യാരക്ടർ ഉണ്ടോ എങ്കിൽ നിങ്ങൾ നേരെ 10ാമത്തെ പോയിന്റ് നോക്കുക. 10ാമത്തെ പോയിന്റ് നോക്കുമ്പോൾ പറയും ഈ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നേരെ 12ൽ പോവുക. അങ്ങനെ അവസാനം പോയി അവർ പറയും നിങ്ങളെ കയ്യിലിരിക്കുന്ന സ്പീഷീസ് ഇതാണ്, നിങ്ങളെ കയ്യിലിരിക്കുന്ന ഒരു ബേർഡ് ആണ്, അത് വരുന്ന കിങ്ഡം ഇതാണ്, ഫൈലം ഇതാണ് അവർ പറഞ്ഞുതരും. അങ്ങനെ നമ്മൾ ഓർഗാനിസിനെ കണ്ടുപിടിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ടാക്സോണമിക് കീ വെച്ചിട്ട്. അപ്പോൾ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ അതിനെ പേരിടാനോ, അതിന്റെ വേറെ ആൻസിസ്റ്റർ കണ്ടുപിടിക്കാനോ, അതിന്റെ എവല്യൂഷൻ കണ്ടുപിടിക്കാനോ, അതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാനോ, അതിനൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഇവർ എവിടെ വരുന്നതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളെ ടാക്സോണമിക് കീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഡൈക്കോട്ടോണമസ് കീ ഉണ്ട്, പോളിക്ലേവ് കീ ഉണ്ട് എന്നൊക്കെ പറയും. ഓക്കെ, ഡൈക്കോട്ടോണമസ് കീ ഉണ്ട്, പോളിക്ലേവ് കീ ഉണ്ട്, ഇഷ്ടംപോലെ ടാക്സോണമിക് കീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അടുത്ത പോവാം. അടുത്ത ചോദ്യം, എ ഡൈക്കോട്ടോണമസ് കീ കൺസിസ്റ്റ് ഓഫ്. നമ്മൾ നേരത്തെ പറഞ്ഞോ ടാക്സോണമിക് കീ ആണ് ഡൈക്കോട്ടോണമസ് കീ. ഓക്കെ, ഈ ഡൈക്കോട്ടോണമസ് കീക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നാ ചോദ്യം. 3 ചോയ്സ് ഉണ്ടോ? പിക്ചർ ഉള്ള കീ ആണോ? കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഉള്ളതാണോ? ജനറ്റിക് സീക്വൻസ് ഉള്ളതാണെന്നോ ചോദ്യം. ആൻസർ നമുക്ക് കാണാം. നമുക്ക് പറയാം ഡൈക്കോട്ടോണമസ് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീക്കകത്ത്, കീ എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. കീ നിൽക്കുമ്പോൾ താക്കോളെന്ന് വിചാരിക്കേണ്ട, ഒരു ഓർഗാനിസിനെ നമുക്ക് കിട്ടി. നമ്മൾ ഒരു കാട്ടിൽ പോയപ്പോൾ നമ്മൾ ഓർഗാനിസിനെ കിട്ടി.
ആ ഓർഗാനിസം കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ ബുക്ക് എടുത്താൽ ഈ ഡൈക്കോട്ടമസ് കീ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സെന്റൻസ് കാണും. ഇങ്ങനെ എ ഒരു സെന്റൻസ്, ബി ഒരു സെന്റൻസ്, രണ്ട് സെന്റൻസ്, ഇനി അടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സി ഡി ഒരു പെയർ ഓഫ് സെന്റൻസ് ആയിട്ട് കാണും. അതിനകത്ത് ഈ ഓർഗാനിസത്തിന് വിങ്സ് ഉണ്ടോ, വിങ്സ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോവുക, ഇത് വിങ്സ് ഇല്ലെങ്കിൽ കാലുണ്ടോ, ലെഗ് ഉണ്ടോ, ലെഗ് പ്രസന്റ് ആണോ, വിങ്സ് പ്രസന്റ് ആണോ, അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓരോ 2 സ്റ്റേറ്റ്മെന്റ് വീതമായിരിക്കും ഒരു ഡൈക്കോട്ടോമസ് കീക്കകത്തുള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് അടുത്ത. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അടുത്തയിലോട്ട് പോവാം. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ നമുക്ക് തൊട്ട് താഴെ നോക്കാം. എന്നിട്ട് ലെഗ് പ്രസന്റ് ആണോ എങ്കിൽ പിന്നെ അവർ പറയും ഇത് നേരെ 10ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പോകാൻ പറയും. അപ്പൊ നമ്മൾ നേരെ 10ാമത്തെ സ്റ്റേറ്റ്മെന്റ് വരും. എന്നിട്ട് അവർ അതിനകത്തൊരു ക്യാരക്ടർ കാണും. അത് നോക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ നമ്മളടുത്ത് പറയും നേരെ 12 പൊക്കോ എന്ന് പറയും. അങ്ങനെ പൂരിപ്പിച്ച് നമ്മൾ അവസാനം നമ്മൾ കയ്യിരിക്കുന്ന ആൾ ഇതാണ് മനസ്സിലാവും. അപ്പോൾ ഈ ഡൈക്കോട്ടമസ് കീക്കകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പേഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ചാണ് ഇവങ്ങനെ വെച്ചേക്കുന്നത്. ആ ഓരോ 2 സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കപ്ലറ്റ്. ഈ 2 സ്റ്റേറ്റ്മെന്റിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കപ്പിൾസ്, 2 ഒരുമിച്ച്. അതേപോലെ 2 സ്റ്റേറ്റ്മെന്റിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കപ്ലറ്റ്. ഈ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും വിളിക്കുന്ന പേരാണ് ലീഡ് അല്ലെങ്കിൽ ലെഡ്. ഓക്കെ, അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റിനെ ഒരുമിച്ച് വിളിക്കുന്ന പേര് കപ്ലറ്റ്, ഓരോ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ലെഡ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഡൈക്കോട്ടമസ് കീക്കകത്ത് എ പെയർ ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇത്. അപ്പോൾ ഒരു പെയർ ഓഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മൾ ഓർഗാനിസിനെ ഐഡന്റിഫൈ തുടങ്ങിക്കൊണ്ടിരിക്കുക. ഓർഗാനിസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. ഓർഗാനിസിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു. ഇപ്പോൾ വിങ്സ് പ്രസന്റ്, സന്തോഷമായി നമ്മൾ കഴിക്കുന്ന ഓർഗാനിസിനകത്ത് വിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് വിങ്സ് ഉണ്ടെങ്കിൽ അവർ പറയും ആ വിങ്സ് ഉണ്ടെങ്കിൽ നേരെ വിട്ടണ്ട, നേരെ 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് പോകാൻ പറയും. അങ്ങനെ നമ്മൾ 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കും. 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ലെഗ്സ് ഉണ്ട് എന്ന്. അപ്പോൾ ലെഗ്സ് ഉണ്ടെങ്കിൽ അവർ പറയും നേരെ ഇനി 10ാമത്തെ പൊക്കും. അങ്ങനെ പറഞ്ഞ് അവർ അവസാനം പറയും നിങ്ങളെ കയ്യിരിക്കുന്ന ഓർഗാനിസം ഇത്, കിങ്ഡം ഇതാണ്, ഫൈലം ഇതാണ്, ക്ലാസ് ഇതാണ്, നമുക്ക് എല്ലാം അവസാനം കിട്ടും. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചില്ല, പസില് സോൾവ് ചെയ്യുന്ന പോലെ കണ്ടുപിടിച്ച് പോകും. നമ്മൾ ഓർത്തിക്കേണ്ട കാര്യം ഡൈക്കോട്ടമസ് കീക്കകത്ത് ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പെയർ ആയിട്ടായിരിക്കും. ആ പെയർ ഓഫ് സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്ന പേരാണ് കപ്ലറ്റ്. ആ ഓരോ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ലെഡ് എന്ന് ഓർത്തോണം. ഓക്കെ, ഇത്ര ഓക്കെ ആണോ? അപ്പോൾ ഡൈക്കോട്ടമസ് കീയുടെ പ്രത്യേകത നോക്കിക്കോണം. ഇനി അടുത്ത ഇൻ ICZN the name bearing type of species dash holotype, isotype, paratype, syntype. വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഓക്കെ, ICZN എന്താണ്? ICZN ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നതാണ് നമ്മൾ ICZNന്റെ ഫുൾ ഫോം. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ICZNന്റെ റൂൾ പ്രകാരം എന്താണ് നെയിം ബിയറിംഗ് ടൈപ്പ്. ഒരു സ്പീഷീസിനെ നമ്മൾ കണ്ടുപിടിച്ചു, ഒരു സ്പീഷീസിന് നമുക്ക് എവിടെ പോയപ്പോ ഒരു സ്പീഷീസിന് കിട്ടി. അങ്ങനെ നമ്മൾ ആ സ്പീഷീസിന് ഒരു പേര് കൊടുക്കണമല്ലോ. അങ്ങനെ ആ പേര് കൊടുക്കാൻ നമ്മൾ എടുക്കുന്ന ആ സ്പീഷീസിനെ ICZNന്റെ റൂൾ പ്രകാരം വിളിക്കുന്ന പേര് എന്തോന്നാ ചോദ്യം. നമുക്ക് എവിടെ പോയപ്പോ ഒരു പുതിയ സ്പീഷീസിനെ കിട്ടി, ആ സ്പീഷീസിന് നമുക്ക് ഇനി പേര് കൊടുക്കണം. ആ പേര് കൊടുക്കാനായിട്ട് നമ്മളൊരു സ്പീഷീസ് നമ്മൾ കയ്യിലെടുത്ത് വെക്കുമല്ലോ. നമ്മൾ എവിടെ പോയപ്പോ നമുക്കൊരു പാറ്റേനെ കിട്ടി വെക്കാം. ആ പാറ്റേനെ നമ്മൾ കയ്യിലെടുത്ത് വെക്കും. ആ പാറ്റേനെ ICZNന്റെ റൂൾ പ്രകാരം വിളിക്കുന്ന പേര് എന്തോന്നാ ചോദ്യം. ഓക്കെ, അപ്പോൾ സങ്കല്പിക്കാം നമ്മൾ എവിടെ ഒരു ഫോറസ്റ്റിൽ വിസിറ്റ് ചെയ്യാൻ പോയി. നമ്മളൊരു ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയി. ഓക്കെ, ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയി. നമ്മൾ പോയപ്പോൾ നമുക്ക് പുതുതായിട്ട് ഒരു 10 എലീനെ കിട്ടി, ഒരു 10 റാറ്റ് അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നു. അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് നമ്മൾ പോയി, അത് പറഞ്ഞുതരാം. ഒരു ഫോറസ്റ്റ് നമ്മൾ ഇങ്ങനെ പോയി. ആ ഫോറസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു 10 റാറ്റ് ഇങ്ങനെ കിടക്കുവാണ്, എലികൾ ഇങ്ങനെ കിടക്കുവാണ്. ആ 10 റാറ്റ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലാക്കാം. ഇതുവരെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു റാറ്റ് എങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ മനസ്സിലായി ഇത് പുതിയ ഏതോ ആളാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആ 10 റാറ്റ് നമുക്ക് കിട്ടിയില്ലേ? ഈ 10 റാറ്റിൽ നിന്ന് ഒരു റാറ്റിനെ എടുത്ത് നമ്മൾ മാറ്റി വെക്കും. എന്തിനാ? ഇതിന് പേര് കൊടുക്കണം, ഇതിന് നല്ലോണം പ്രിസർവ് ചെയ്യണം. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പാടില്ല, നഷ്ടപ്പെട്ടു പോയാൽ പാടില്ല. ഇത് പുറം ലോകത്ത് കാണിക്കണമെങ്കിൽ ഇതിനെ പ്രിസർവ് ചെയ്യണം, ഇതിന് പേര് കൊടുക്കണം, ഇതിനെ ഫ്യൂച്ചർ സ്റ്റഡി ചെയ്യണം. അങ്ങനെ ആ സയന്റിസ്റ്റ് ആരാണോ കണ്ടുപിടിച്ചത് ആ ഒരു റാറ്റിനെ അയാൾ മാറ്റി കൊണ്ടുപോകും. ഇനി ഇതിനെ നെയിം കൊടുക്കാനായിട്ടും പ്രിസർവ് ചെയ്യാനായിട്ടും ഇതിനെ സൂക്ഷിച്ചു വെക്കാനൊക്കെ കണ്ടുപിടിക്കും. ആ ഒരാൾക്കാരെ സെലക്ട് ചെയ്യുന്ന ആൾ വിളിക്കുന്ന പേരാണ് ഹോളോടൈപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ നിന്ന് സയന്റിസ്റ്റ് ഒരാളെ, നല്ല ഗുണമേന്മയുള്ള ഒരാളെ പിക്ക് ചെയ്യും പേരിടാനും
ബാക്കിയുള്ള സംഭവത്തിനെ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിനൊക്കെ ആയിട്ടിട്ട് അതിനെ 10 പേരെ കൊണ്ടുപോകത്തില്ല. അയാൾ ഒരാൾ അതിനെ കൊണ്ടുപോകും. ആ 10 റാറ്റിൽ നിന്ന് ഒരു റാറ്റിനെ എടുത്തിട്ട് അയാൾ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ആ ഓതർ അല്ലെങ്കിൽ ആ സയന്റിസ്റ്റ് കൊണ്ടുപോകും. ആ 10 പേരിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകത്തില്ലേ, ആ ഒരാളെ വിളിക്കുന്ന പേരാണ് ഹോളോടൈപ്പ്. ഓക്കെ, ഹോളോടൈപ്പ്. ഇനി അയാൾക്ക് ഞാൻ തോന്നുവാണ് ഒരാളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഒരു വഴിക്ക് പോവല്ലേ, 2 പേരെയും കൂടെ അഡീഷണൽ ഇരിക്കട്ടെ. അപ്പോൾ ഒരു ഹോളോടൈപ്പിന്റെ കൂടെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റിന് കൊണ്ടുപോകണം. ആ ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ വിളിക്കുന്ന പേരാണ് ഐസോടൈപ്പ്. ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റിന് അപ്പൊ 10 റാറ്റിനെ കിട്ടി, ഒരു റാറ്റിന് അയാൾ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അയാൾ സൂക്ഷിച്ചു വെക്കുന്നു, അതിനെ പേരിടാനായിട്ട് കൊണ്ടുപോകണു. അതിനെയൊക്കെ വിളിക്കുന്ന ആ സെലക്ട് ചെയ്ത് ഒരാൾ വിളിക്കുന്ന പേരാണ് ഹോളോടൈപ്പ്. ഇനി ഹോളോടൈപ്പിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് അല്ലെങ്കിൽ ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ വിളിക്കുന്ന പേരാണ് ഐസോടൈപ്പ്. ദേ ആർ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് ഹോളോടൈപ്പ്. അയാൾക്ക് ഒന്നിരുന്ന പോരെ, രണ്ടൊന്നും ഇരിക്കട്ടെ, 2-3 ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ എന്ന് വെച്ചിട്ട് 2-3 കൊണ്ടുപോകണം. ഇപ്പൊ 2 റാറ്റിനെയും കൂടെ അഡീഷണൽ കൊണ്ടുപോകണു. ആ അഡീഷണൽ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് എന്ത്, ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഹോളോടൈപ്പ് ആണ് എന്ത്, ഐസോടൈപ്പ്. ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഹോളോടൈപ്പ് ആണ് എന്ത്, ഐസോടൈപ്പ്. ഇനി എന്താണ് പാരാടൈപ്പ്? പാരാടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ 10 റാറ്റിനെ എടുത്തു, 10 റാറ്റിനെ നമുക്ക് കിട്ടിയായിരുന്നു, ഒരു റാറ്റിനെ നമ്മൾ ഹോളോടൈപ്പ് വെക്കാം. നമ്മൾ ഒരെണ്ണത്തിന് നമ്മൾ ഹോളോടൈപ്പ് ആക്കി, 10 നമ്മൾ ഒന്നിനെ ഹോളോടൈപ്പ് ആക്കിയാൽ ബാക്കി 9 ഇല്ലേ, ആ 9 വിളിക്കുന്ന പേരാണ് പാരാടൈപ്പ്. നമുക്ക് കിട്ടിയത് ഒരു ഫോറസ്റ്റിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയത് 10 റാറ്റിനെയാണ്. ആ 10 റാറ്റിൽ നിന്ന് ഒരു റാറ്റിനെ നമ്മൾ ഹോളോടൈപ്പ് ആക്കിയിട്ട് മാറ്റിവെച്ചു. ഇയാളെ ഇനി നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാം, ഐഡന്റിഫിക്കേഷൻ എടുക്കാം, ബാക്കി പർപ്പസിന് എടുക്കാനായിട്ട് ഒരാളെ മാറ്റി വെച്ചു, ദാറ്റ് ഈസ് ഹോളോടൈപ്പ്. അങ്ങനെ ഈ 10 റാറ്റിൽ നിന്ന് ഒരു ഹോളോടൈപ്പിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്ര പേരാണോ അതാണ് പാരാടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര പാരാടൈപ്പ് കാണും? ബാക്കി 9 കാണും. നമ്മൾ ഒരെണ്ണം ഹോളോടൈപ്പിനെ മാറ്റി വെച്ചു, വേണമെങ്കിൽ ഐസോടൈപ്പിൽ എടുക്കാം, വേണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ 10 എടുത്ത് ഒരെണ്ണം ഹോളോടൈപ്പ് ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം ഉണ്ട്, അതാണ് എന്ത്, പാരാടൈപ്പ്. ഓക്കെ, അപ്പൊ ഹോളോടൈപ്പ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി അഡീഷണൽ എത്ര ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് പാരാടൈപ്പ്. ഇനി എന്താണ് സിൻ ടൈപ്പ്? എന്താണ് സിൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ 10 റാറ്റിനെ കിട്ടിയത്, ആദ്യമേ നമുക്ക് കിട്ടിയത് 10 റാറ്റിനെയാണ്. നമ്മൾ ഹോളോടൈപ്പ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എത്ര ഉണ്ട്, 10 പേര്. ആ 10 പേരെ വിളിക്കുന്ന പേരാണ് സിൻ ടൈപ്പ്. ഒന്നുകൂടെ പറയാം, നമുക്ക് ഒരു ഫോറസ്റ്റിൽ പോയപ്പോൾ 10 റാറ്റിനെയാണ് കിട്ടിയത്. ആ 10 റാറ്റിനെ നമ്മൾ അപ്പോൾ വിളിക്കുന്ന പേരാണ് സിൻ ടൈപ്പ്. 10 റാറ്റിനെയും കൂടെ നമ്മൾ അപ്പോൾ വിളിക്കുന്ന പേരാണ് സിൻ ടൈപ്പ്. അതിൽ നിന്ന് ഒരാളെ നമ്മൾ എടുത്ത് മാറ്റി ഐഡന്റിഫിക്കേഷന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ നമ്മൾ ഹോളോടൈപ്പ് എന്ന് വിളിക്കും. ഒരാളെ നമ്മൾ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് 10 നിന്ന് ഒരാളെ കൊണ്ടുപോയാണ് ഐഡന്റിഫിക്കേഷൻ ഇട്ട്, ദാറ്റ് ഈസ് കാൾഡ് ഹോളോടൈപ്പ്. 10 നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി 9 പേരുണ്ട്, ദാറ്റ് ഈസ് കാൾഡ് എന്ത്, ആ 9 പേരെ വിളിക്കുന്ന പേരാണ് എന്ത്, പാരാടൈപ്പ്. 10 ഉണ്ടായിരുന്നു, 10 സിൻ ടൈപ്പ്. ആ 10 സിൻ ടൈപ്പിൽ നിന്ന് ഒരാൾ കൊണ്ടുപോയി ഹോളോടൈപ്പിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്ന ആൾക്കാരാണ് എന്ത്, പാരാടൈപ്പ്. ഇനി ഐസോടൈപ്പ് എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഹോളോടൈപ്പ് ഈസ് കാൾഡ് ഐസോടൈപ്പ്. അപ്പൊ ടൈപ്പ് കോൺസെപ്റ്റ് മനസ്സിലായിക്കോണം. ഹോളോടൈപ്പ്, ഐസോടൈപ്പ്, പാരാടൈപ്പ്, സിൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, എല്ലാ എക്സാമിനും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഹോളോടൈപ്പ് എന്തുവാണ്? അപ്പോൾ ICSR പ്രകാരം നമ്മൾ പേരിടാനായിട്ട് ഐഡന്റിഫിക്കേഷൻ കൊണ്ടുവന്നതാണ് ഹോളോടൈപ്പ്. ഓക്കെ, ഏറ്റവും എല്ലാം കൂടെ ടുഗർ വിളിക്കുന്ന പേരാണ് സിൻ ടൈപ്പ്. സിൻ ടൈപ്പിൽ നിന്ന് ഹോളോടൈപ്പ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പാരാടൈപ്പ്. ഓക്കെ, ഇനി എന്താണ് ഐസോടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് വെക്കാം. ടൈപ്പ് കോൺസെപ്റ്റ് നമുക്ക് തിരിഞ്ഞു പോകലും. ഓക്കെ, എടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യനാ. ഹോളോടൈപ്പ് ഈസ് ഡാഷ്. എന്തുവാണ് ഹോളോടൈപ്പ് എന്നാണ് ചോദ്യം. എന്തുവാണ് ഹോളോടൈപ്പ്? നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഒറിജിനൽ സിംഗിൾ സ്പെസിമെൻ ഡെസിഗ്നേറ്റഡ് ബൈ അതർ. 10 റാറ്റിനെ നമുക്ക് കിട്ടി. 10 റാറ്റിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റാറ്റിനെ ആ ഓർഡർ എടുത്തിട്ട് മാറ്റി കൊണ്ടുപോകും ഫോർ ഐഡന്റിഫിക്കേഷൻ ഒക്കെ. ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു റാറ്റിനെ മാറ്റിക്കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഒറിജിനൽ സ്പെസിമെനെ നല്ല ഗുണമേന്മയുള്ള ഒരാളെ മാറ്റിക്കൊണ്ടു പോകുന്നു, പ്രിസർവ് ചെയ്യുന്നു ഫോർ ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചറിനൊക്കെ കൊണ്ടുപോകുന്നു. ആ ഒരാളെ വിളിക്കുന്ന പേരാണ് ഹോളോടൈപ്പ്. പിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹോളോടൈപ്പ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന മേഖലയാണ് ഹോളോടൈപ്പ്. അപ്പോൾ സിംഗിൾ ഒറിജിനൽ സ്പെസിമെനെ വിളിക്കുന്ന പേരാണ് ഹോളോടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രയോറിറ്റി. ICSR നിയമപ്രകാരം, ICSR നിയമപ്രകാരം
എന്തുവാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രയോറിറ്റി എന്ന ക്വസ്റ്റ്യൻ. എന്തുവാണ് പ്രയോറിറ്റി? നമ്മളെ ജീവിതത്തിൽ ചിലർക്കൊക്കെ നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കും. ചിലർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാം, അയാൾക്ക് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കും. ചിലർ പറയുന്നത് നമ്മൾ കേൾക്കത്തില്ല, അയാൾ ഫുള്ള് നെഗറ്റീവ് ആണ്, പരീക്ഷ ഇത്രയും പേര് എഴുതുന്നില്ലേ, നിങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്തുന്ന ആൾക്കാരാണ്. അവരെ പ്രയോറിറ്റി നമ്മൾ പറയുന്ന മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ആർക്കാണ് ICSRന്റെ നിയമപ്രകാരം പ്രയോറിറ്റി കൊടുക്കുന്നത്? പ്രയോറിറ്റി ഒക്കെ നമുക്കാണോ? അല്ല, ഒരു സയന്റിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഈ രണ്ട് ഒരു ഓർഗാനിസത്തിനെ രണ്ട് പേരിട്ടു. ഇപ്പോൾ എക്സാമ്പിൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് നെയിം ആണല്ലോ ഹോമോസാപ്പിയൻസ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സയന്റിസ്റ്റ്, ഞാനും പേരിട്ടു, പണ്ടെങ്ങോ ജീവിച്ചിരുന്ന ഒരാളും പേരിട്ടു. അങ്ങനെയാണെങ്കിൽ ആരുടെ പേരാണ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്? ICSRന്റെ നിയമപ്രകാരം രണ്ട് സയന്റിസ്റ്റ് ഒരേ ഓർഗാനിസത്തിന് പേരിട്ടു, ഒരേ സെയിം ഓർഗാനിസത്തിന് രണ്ട് സയന്റിസ്റ്റുകൾ പേരിട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ICSRന്റെ നിയമപ്രകാരം ആരെയാണ് അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആരാണോ ആദ്യമേ പബ്ലിഷ് ചെയ്തത്, ആരാണോ ആദ്യമേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേര് ആദ്യമേ പബ്ലിഷ് ചെയ്ത ആരാണോ അയാളുടെ പേര് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 10 വർഷം മുമ്പ് പേരിട്ട ആൾ ആരാണോ അയാളുടെ പേര് മാത്രമേ ഇനിയുള്ള എല്ലാ ബുക്കിലും കാണത്തുള്ളൂ. നമുക്ക് നാളെ വന്നിട്ട് ഹോമോസാപ്പിയൻസ് അല്ല, പുതിയൊരു പേര് നമുക്ക് മനുഷ്യനിടാം എന്നൊരിടാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും ഓൾഡ് ആയിട്ട് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിരിക്കണം. ഏറ്റവും ഓൾഡ് ആയിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുന്ന ആളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യുന്നത്. അതാണ് പ്രയോറിറ്റി. എപ്പോഴും നമ്മൾ ICSR പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തുവാ? നമ്മളെ ഓൾഡസ്റ്റ് വാലിഡ് പബ്ലിഷർ, ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പണ്ട് ഏറ്റവും ആദ്യം ആരാണോ അതിന് പേര് കൊടുത്തത് അയാളുടെ പേരായിരിക്കും ICSR എന്ത് ചെയ്യുന്ന പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പണ്ട് കണ്ടുപിടിച്ച ഓർഗാനിസത്തിന് പുതുതായിട്ട് നമുക്ക് പേര് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. അന്ന് കണ്ടുപിടിച്ച പേര് അത്ര വാലിഡ് അല്ല, അത് നല്ല ശാസ്ത്രീയമായിട്ടുള്ള ഇതില്ല, വാലിഡിറ്റി കുറവാണെങ്കിലൊക്കെ നമുക്ക് പുതുതായിട്ട് കൊടുക്കാം. അതിന് ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ട്. എപ്പോഴും ICSR കൺസിഡർ ചെയ്യുന്നത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള വാലിഡ്, പണ്ട് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പേര് ഏതാണോ അതാണ് നമ്മളെ ICSR ആ ലോയ്ക്ക് വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് എല്ലാം ചോദിക്കുന്ന മേഖലയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. നമ്മൾ കണ്ടതാ മോണോഫൈലറ്റ്. ഇതെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മൾ എവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞ് പറയും ഇതെല്ലാം സിസ്റ്റമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എന്താണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്? നേരത്തെ പറഞ്ഞതാ, ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ആൻസിസ്റ്ററിൽ നിന്ന് ആരൊക്കെ ഉണ്ടായി? ആൻസിസ്റ്റർ ചിലപ്പോൾ B ഉണ്ടാവാം, C ഉണ്ടാവാം, D ഉണ്ടാവാം, E ഉണ്ടാവും. എത്ര പേരുണ്ടോ ഒരു കോമൺ ആൻസിസ്റ്റർ, അതിൽ നിന്നുണ്ടായ എല്ലാ ഡിസെൻഡൻസ്, എല്ലാ ഗ്രൂപ്പിനെയും കൂടെ വിളിക്കുന്ന പേര് കോമൺ ആൻസിസ്റ്റർ പ്ലസ് ഓൾ ഇറ്റ്സ് ഡിസെൻഡൻസ് ഇസ് കാൾഡ് എ മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. ഒരു കോമൺ ആൻസിസ്റ്റർ, അതിൽ നിന്ന് ആരൊക്കെ ഉണ്ടായി? B ഉണ്ടാവാം, C ഉണ്ടാവാം, D ഉണ്ടാകാം, E ഉണ്ടാകാം, F ഉണ്ടാകാം, എത്ര ഉണ്ടായിക്കോട്ടെ, ആ എല്ലാവരെയും കൂടെ വിളിക്കുന്ന പേരാണ് ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ. ഓക്കെ, മോണോഫൈലറ്റിക് ഗ്രൂപ്പിൽ നിന്ന് പിന്നും ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ആൻസിസ്റ്റർ പ്ലസ് ഓൾ ഇറ്റ്സ് ഡിസെൻഡൻസ് ഇസ് കാൾഡ് എ മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. നമ്മൾ അടുത്ത ചോദ്യങ്ങൾ അടുത്ത സെക്ഷനിൽ കാണുന്നതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരും നോക്കി വെക്കുക.